കർത്താവിൽ പ്രിയരെ, ലൈറ്റഡ് ടു ലൈറ്റൻ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 283ാമത് ലൈവ് സൂം വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ഗാനം ആലപിക്കാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് നമുക്കേവർക്കും പരിചിതനായ ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെയാണ്. ജോർജ് യോഹന്നാൻ സാറ് നമുക്ക് ഇതിനു മുമ്പേയും പലവട്ടം ഗാനങ്ങൾ ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ മിക്കവാറും എല്ലാ വെബിനാറിലും സജീവമായി പങ്കെടുക്കുന്ന ഒരംഗം കൂടിയാണ്. ദുബൈ മർത്തോമ ഇടവകയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. വർഷങ്ങൾ ദുബൈ ജോലി ചെയ്തു. ദുബൈ മർത്തോമ ഇടവക ഭംഗിയായിട്ട് മുന്നോട്ട് നയിക്കുവാൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ഇപ്പോഴേ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ താല്പര്യം എടുക്കുന്ന ആളാണ്. അനവധി ഇടവകളിലും പള്ളികളിലുമൊക്കെ സന്ദർശിച്ച് സുവിശേഷ ഘോഷണം നടത്തുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോർജ് യോഹന്നാൻ സാറ്. സാറ് നല്ലൊരു ഗായകൻ കൂടിയാണ്. ഇതിനു മുമ്പേ നല്ല ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സാറിനെ പാട്ടുപാടി പ്രാർത്ഥിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിലെ കേൾക്ക ദൂത സൽസ്വരം എന്ന ക്രിസ്മസ് ഗീതത്തിൻ്റെ 2 ചരണങ്ങൾ ഞങ്ങൾ പാടട്ടെ. ചാൾസ് വെസ്ലി 1739 രചിച്ച ഹാർക്ക് ദ ഹെറാൾഡ് ഏഞ്ചൽ സിംഗ് എന്ന ഇംഗ്ലീഷ് ക്രിസ്മസ് കാരൽ ഗാനമാണ് ഇതിൻ്റെ ഒറിജിൻ. സഹോദരൻ ജോൺ വെസ്ലിയും ഈ പാട്ട് എഴുതാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ചരിത്ര രേഖയിൽ കാണുന്നു. മലയാള വിവർത്തനം ചെയ്തത് ആരാണെന്ന് അറിയുന്നില്ല. എൻ്റെ മകൾ നന്മയും കൂടെ ചേർന്നാണ് ഞങ്ങൾ ഈ പാട്ട് പാടുന്നത്. ക്രിസ്തീയ കീർത്തനം 129. കേൾക്കാദൂത സൽസ്വരം ക്രിസ്തു ജാത ഘോഷണം ഭൂമൗശാന്തി സന്തോഷം ആമേൻ പാടിനുണ്ടായി ആനന്ദിപ്പി മാർത്യരെ യോഗമായി വാനദൂത യേശു എന്നു പൂജാതെ എന്നു ലോകമാർക്കുന്നു കേൾക്കദൂത സൽസ്വര ക്രിസ്തു ജാത ഘോഷണം വാനേ ദൂതരാലെന്നും മാന്യനാ ഈ ക്രിസ്തേശൻ പാർത്തലേ കന്യകയിൽ മൂർത്തിയായി ജനിച്ചു മാനമായി പാടുവീ മാനവ പാദാരത്തെ ക്ലേശം തീർത്തു രക്ഷിക്കൂ ഈശന ഇമ്മാനുവേൽ കേൾക്കദൂത സൽസ്വര ക്രിസ്തു ജാത ഘോഷണം. നമുക്ക് പ്രാർത്ഥിക്കാം. ബേത്ലഹേമിൽ
നിന്നും ഒരു രക്ഷകൻ ഉദ്ഭവിക്കുമെന്ന് മീഖാ പ്രവാചകനിൽ കൂടി ലോകത്തെ അറിയിച്ച പുരാതനനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ ഓമനപുത്രനെ ഈ ഭൂമിയിൽ ഞങ്ങളുടെ രക്ഷിതാവായി അയക്കുവാൻ തിരുമനസ്സായത്. രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, യുദ്ധവും ഭീഷണിയും വർദ്ധിക്കുന്നു. സത്യമില്ല, നീതിയില്ല, സ്നേഹമില്ല. എല്ലാവരിലും ധനമോഹവും സ്വാർത്ഥ ചിന്തകളും ദുരുപദേശവും ഭിന്നതയും വർദ്ധിക്കുന്നു. ഭൂമിയിൽ സമാധാനം കുറയുന്നു, ഭയപ്പെടുത്തലും പീഡനങ്ങളും വർദ്ധിക്കുന്നു. സുവിശേഷത്തിൻ്റെ മഹത്വം ദർശിപ്പാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇന്നത്തെ സൂം മീറ്റിംഗിൽ മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയ റവറൻഡ് ഡോക്ടർ പ്രേംജിത്ത് കുമാർ അച്ഛനു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദിവ്യമായ സന്ദേശം നിന്റെ വിലയേറിയ ദാസനിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് വിനയത്തോടെ ഞങ്ങൾ യാചിക്കുന്നു. ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും, നേതൃത്വ നിരയിൽ സഹായങ്ങൾ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എളിയ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അത് സാധ്യമാക്കിയ സംഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ദൈവത്തെ കാണുന്നതിന് ഒന്നുകിൽ മനുഷ്യൻ ഈ ഭൗതിക തലത്തെ ഉല്ലംഘിച്ച് ദൈവിക തലത്തിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി വരേണ്ടിയിരിക്കുന്നു. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ ദൈവം മനുഷ്യനായി മനുഷ്യന്റെ അടുക്കൽ എത്തിച്ചേർന്നു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിനെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത് സ്നേഹം, ദൈവം അല്ലെങ്കിൽ സ്നേഹം അത് മനുഷ്യരൂപം എടുത്ത രാത്രിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രാരംഭത്തിൽ പ്രാർത്ഥനയെ സൂചിപ്പിച്ചതുപോലെ സ്പർദ്ധയുടെയും വിദ്വേഷത്തിന്റെയും ഹിംസയുടെയും ശക്തികൾ പ്രാബല്യം നേടുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. സർവനാശം വരുത്തി വയ്ക്കുന്ന യുദ്ധം, അതുപോലെ എത്രയോ ആളുകൾ കൊല്ലപ്പെടുന്നു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. നമ്മൾ പറയും ക്രിസ്തു ജനിച്ച ബേത്ലഹേം ഉൾപ്പെടുന്ന സ്ഥലത്ത് പോലും സമാധാനമില്ലാത്തൊരവസ്ഥ. അങ്ങനെയുള്ള അനുഭവത്തിൽ നമുക്ക് ക്രിസ്മസിന് എന്താ പ്രസക്തി ഉള്ളത്? അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവസ്നേഹത്തിന്റെ ആവിഷ്കാരമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അനന്തമായ ദൈവം സ്നേഹമായി നമ്മളിൽ ഒരുവനായി നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നതാണ്, വാർത്തതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്മസ് അത് സംഭവിച്ചത് നിസ്സഹായതയുടെ നടുവിലാണ്, ദാരിദ്ര്യത്തിന്റെ നടുവിലാണ്, നിഷേധിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിലാണ്. ഹെൽപ്ലെസ്നെസ്, പോവർട്ടി, റിജക്ഷൻ അതിന്നുമുണ്ട്. അതിന്റെ നടുവിൽ ദൈവം ഇമ്മാനുവലായി കൂടെ ഉണ്ട് എന്നും അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കുമെന്നുള്ള ഉറപ്പും പ്രതീക്ഷയും പകർന്നു കൊടുക്കുന്നതാണ് ഓരോ ക്രിസ്മസ് ആചരണവും. നമ്മൾ ഇന്ന് പുൽക്കൂടിന്റെ പ്രതിനിധികൾ ക്രിസ്മസിന്റെ ചരിത്ര പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വെബിനാർ നേതൃത്വം നൽകുന്നത് നമുക്ക് ഏറെ പരിചിതനായ റവറൻഡ് ഡോക്ടർ ശ്രീ പ്രേംജിത്ത് കുമാർ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ചാപ്ലൈനായും ചരിത്ര വിഭാഗത്തിന്റെ പ്രൊഫസറായും നെയ്യാറ്റിൻകര നെടിയമല സെന്റ് ജോൺസ് CSI ഇടവകയുടെ വികാരിയായും സേവനമനുഷ്ഠിക്കുന്നു. അച്ഛന്റെ സ്വദേശം നെയ്യാറ്റിൻകരയാണ്. അച്ഛൻ ഒരു മികച്ച കൺവെൻഷൻ പ്രഭാഷകനാണ്.
ഇടവക, സെന്റർ, ഭദ്രാസന തലങ്ങളിൽ കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തും അനേകം ഇടങ്ങളിൽ അച്ഛൻ കൺവെൻഷന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ സഭയുടെ പല ഭദ്രാസന കൺവെൻഷനുകൾക്കും അച്ഛനെ വേറെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തില് അച്ഛൻ ജനുവരി മാസത്തിൽ 2 ദിവസം കൺവെൻഷൻ, ഭദ്രാസന കൺവെൻഷൻ നേതൃത്വം നൽകും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം സമ്പാദിച്ചു. മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. MS യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അച്ഛൻ BD പഠനവും അതേ തുടർന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MGH, ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിലൂടെ അച്ഛൻ പുതിയ നിയമത്തിൽ ഡോക്ടറേറ്റും സമ്പാദിച്ചു. അച്ഛൻ 1989 CSI സൗത്ത് കേരള വൈദിക പഠനത്തിന് ശേഷം 1999 പട്ടക്കാരനായി CSI സൗത്ത് കേരള ഡയോസിസിലെത്തി അച്ഛൻ തന്റെ ശുശ്രൂഷ വൈദികനായി ആരംഭിച്ചു. വൈദികൻ എന്നുള്ള നിലയിൽ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിന്റെ ഉയർന്ന തലത്തിൽ ഡിസ്ട്രിക്ട് ചെയർമാൻ എന്ന നിലയിലും അച്ഛൻ ലഭിച്ച ഈ പുതിയ നിയമത്തിലെ അറിവ് അത് പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം കണ്ണമൂല കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയുമായിട്ടൊക്കെ അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു ഗ്രന്ഥകാരനാണ്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണങ്ങളും ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളും കുരിശിന്റെ ധ്യാന വഴികൾ, എക്ലിസിയോളജി ഇൻ മാത്യു, പണിയ ട്രൈബൽ സോങ്സ് ആൻഡ് ദെയർ കൾച്ചറൽ ഹെറിറ്റേജ് എന്നീ പുസ്തകങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട്. അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് വൈദിക പഠനം ആരംഭിച്ചതാണ് 94-98 കാലങ്ങളിൽ. കഴിഞ്ഞ 31 വർഷത്തെ അടുപ്പവും സ്നേഹവും ഇന്ന് സജീവമായി പുലർത്തുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്ത പല ഇടങ്ങളിലും അച്ഛൻ വന്ന കൺവെൻഷന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അച്ഛൻ വളരെ ചടുലമായി ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിന് വളരെ വ്യക്തമായി വ്യാഖ്യാനിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. നമ്മൾ പറയും, സാഹിത്യ ഭാഷയെ പറഞ്ഞ നിർഗളമായി ഭാഷ, മലയാള ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയാണ് പ്രിയപ്പെട്ട പ്രേംജിത്ത് കുമാർ അച്ഛൻ. അച്ഛനെ നമ്മുടെ ഈ സെഷനിലേക്ക്, ഈ കൊച്ചു സെഷനിലേക്ക് ക്ഷണിച്ചപ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും, ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിലും ആ ഗ്രൂപ്പിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി താല്പര്യത്തോടെ ഇത് സംബന്ധിക്കുന്നു. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ മാർത്തോമ ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ വളരെ ഹൃദ്യമായി ഞാൻ ഈ കൂടിവരവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, തിരുപ്പിറവിയുടെ ആഘോഷത്തിൽ ലോകം മുഴുവൻ ആലസ്യത്തിൽ പാർക്കുന്ന ഈ വേളയിൽ അർത്ഥമുള്ളൊരു ക്രിസ്മസിനെ വരവേൽക്കാൻ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് അതിശയകരമായ സാന്നിധ്യമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷക സമൂഹത്തെ കർത്താവിൻ ദിവ്യകരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകമെമ്പാടും നിന്നും ഈ സൂം മീറ്റിങ്ങിലൂടെ ഈ പ്രത്യേക ധ്യാനയോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ ചിന്താതലങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ബലഹീനനായ ഇടിയനെ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്കായി ശക്തിയോടെ ഉപയോഗിക്കുകയും ചെയ്യണമേ. പരിമിതികൾക്കപ്പുറം നിൽക്കുന്ന ദൈവസ്നേഹം ഞങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ആ വലിയ ലാവണ്യം ഞങ്ങൾ ഇന്നത്തെ ധ്യാനത്തിലൂടെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. Echoes of the Manger, The Enduring Legacy of Christmas എന്ന വളരെ ഉത്കൃഷ്ടമായ വിഷയമാണ് ഇന്ന് ധ്യാനത്തിന് വേണ്ടി ഒരു പഠനം എന്ന നിലയിൽ നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ സമസ്ത ഭാഗങ്ങളും സ്പർശിക്കാനോ ചിന്തിക്കാനോ
ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആവുകയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ചരിത്രത്തിൽ ഇറങ്ങി വന്ന ദൈവപുത്രനെ കുറിച്ച് കൺവെൻഷൻ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില വിചാരങ്ങൾ നടത്തുകയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും. അതിനായി യേശു കർത്താവിൻ്റെ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന വേദശാസ്ത്ര ഭാഗത്തിലേക്ക് നാം ആദ്യം കണ്ണോടിക്കേണ്ടതുണ്ട്. ഡൊമിനിക് ക്രോസൻ എന്ന പണ്ഡിതനാണ് ക്രിസ്തു യേശുവിൻ്റെ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന മേഖലയെക്കുറിച്ച് കൂടുതൽ വിസ്തൃതമായ പഠനത്തിന് വിധേയമാക്കിയത്. ഹിസ്റ്റോറിക്കൽ ജീസസ് ചരിത്രത്തിൽ ജീവിച്ച യേശുവിനെയാണ് ചർച്ച ചെയ്യുന്നത്. വിശ്വാസ പ്രഖ്യാപനത്തിലെ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന ആശയത്തിൽ മാത്രമല്ല, ചരിത്രപരമായി നിലനിന്ന വ്യക്തിയായി പരിശോധിച്ചുകൊണ്ട് യേശുവിന്റെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള വേദശാസ്ത്ര സമീപനമാണ് ഈ വിഷയത്തിലൂടെ വിഷയീഭവിക്കുന്നത്. ഈ പഠനത്തിന്റെ പ്രാധാന്യം ചില ചോദ്യങ്ങളിൽ ഉറകൂടപ്പെട്ടിരിക്കുകയാണ്. യേശു എവിടെ, എപ്പോൾ, എങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിച്ചു? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ ബർത്ത് നറേറ്റീവ്സ് അത് ചരിത്രപരമാണോ അതോ വേദശാസ്ത്ര നിർമ്മിതിയാണോ? സുവിശേഷത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനന വൃത്താന്തം എന്താണ് ഉദ്ദേശിക്കുന്നത്? വചനം മാംസം ധരിച്ച ക്രിസ്തുവിലൂടെ എന്താണ് ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്, ബോധ്യപ്പെടുന്നത്? യേശു ക്രിസ്തുവിന്റെ ജനന വൃത്താന്തത്തെ കുറിച്ച് ക്രൈസ്തവ വിശ്വാസം ഉള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം കാനോനിക്കൽ സുവിശേഷങ്ങളാണ് പ്രധാനം. 4 സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായിയും ലൂക്കോസും മാത്രമാണ് ക്രിസ്തുനാഥന്റെ ജന്മ വൃത്താന്തത്തെ കുറിച്ച് നമുക്ക് വേണ്ടി രേഖകൾ തന്നിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങളിലുമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുക. അതിൽ നാം വായിക്കുന്നത് 3 രാജാക്കന്മാരെ കുറിച്ചാണ്. ഒന്ന് ഹെറഡ് ദ ഗ്രേറ്റ്, മറ്റൊന്ന് അഗസ്റ്റസ് സീസർ ചക്രവർത്തി, 3 കുറേനിയോസ്. അദ്ദേഹത്തിന്റെ ചരിത്ര സാഹചര്യം ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വേദപുസ്തകം അദ്ദേഹത്തിന്റെ കാലത്തു കൂടിയാണ് യേശു ഈ ലോകത്തിൽ വന്ന് ജനിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുന്നു. ഈ 3 രാജാക്കന്മാരും ഒരുപോലെ ഒരുമിച്ച് ഒരേ കാലത്ത് ജീവിച്ചവരാണെങ്കിലും 3 പേരും ഒരുമിച്ച് ജീവിച്ചിരുന്നത് BC 6-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെയുള്ള BC 4-ാം വർഷം വരെയാണ്. BC 6-ാം വർഷം മുതൽ 4-ാം വർഷം വരെയാണ്. മറിച്ച് ഇന്ന് മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ AD 1-ാം വർഷത്തിലല്ല യേശു ക്രിസ്തു ജനിച്ചത്. കർത്താവിന്റെ പ്രവർത്തന പരിപ്രേക്ഷ്യം നസ്രത്തും ബത്ലഹേമുമായിട്ടാണ് നാം സുവിശേഷത്തിൽ വായിക്കുന്നത്. വീണ്ടും ഈജിപ്തുമായി ബന്ധപ്പെടുന്നുണ്ട് നാം വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ. നസ്രത്ത് ഗലീലയിലെ ഒരു ഗ്രാമമാണ്. ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ നസ്രത്തുകാരനായ യേശു അറിയപ്പെടണം എന്ന് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നസ്രത്തിൽ വന്ന് യേശു താമസമായി. ബത്ലഹേം എന്നത് ദാവീദിന്റെ നഗരമാണ്. അതുകൊണ്ട് ഒരു മെസ്സിയാനിക് സിംബോളിസം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ വന്ന് ജനിക്കാനിടയായി. ഇത് മീഖ പ്രവാചകന്റെ പുസ്തകം ഒരാങ്കിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ 5-ാം അധ്യായം 2-ാം വാക്യം അടിസ്ഥാനപ്പെടുത്തിക്കൊള്ളുന്നതാണ്. യേശുക്രിസ്തുവിന്റെ സാമൂഹിക പശ്ചാത്തലം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ദരിദ്രനായ യഹൂദനായിരുന്നു.
രാജകീയ കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട യഹൂദ പശ്ചാത്തലമാണ് കർത്താവിനുണ്ടായിരുന്നത്. പിൽക്കാല യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളും ദരിദ്രനും അവഗണിക്കപ്പെട്ടവരും ഔട്ട്കാസ്റ്റുമായി ചേർന്ന് നടത്തി രൂപപ്പെടുത്തുന്ന ഒന്നായി മാറുന്നത് തന്റെ ആരംഭത്തിലുള്ള സാമൂഹിക പരിസരവും പശ്ചാത്തലവും തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് സാമൂഹിക ജീവിതത്തിൽ സുവിശേഷം എത്രത്തോളം വെളിച്ചം പകരുന്നു എന്ന് കാണിച്ചു തരിക കൂടെ ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ കൃത്യമായി അപ്പോസ്തല പ്രവൃത്തികളിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിൽ അവൻ ദാസവേഷമെടുത്തു എന്നും വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്നുമുള്ള വേദശാസ്ത്രത്തിന്റെ മൂർച്ചയുള്ള സാഹചര്യങ്ങളാണ് അവിടെയെല്ലാം വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് മറ്റെല്ലാ രചയിതാക്കളിലും പ്രധാനമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക. യേശു ക്രിസ്തുവിന്റെ തന്റെ പ്രവർത്തന ലോകത്തെക്കുറിച്ച് നാം വ്യക്തമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദിവ്യരൂപത്തിന്റെ ഭാവങ്ങൾ ലോകത്തിലെ ചരിത്രത്തിൽ എത്രത്തോളം ഗൂഢമൂലമായിരിക്കുന്നു എന്ന് കർത്താവ് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രേഖകൾ വേദപുസ്തകത്തിൽ ലഭ്യമാകുന്നില്ല. കാരണം വേദപുസ്തകം രക്ഷാചരിത്രത്തിന്റെ വിവരണങ്ങളാണ്. ഇതിലൂടെ ചരിത്ര പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്ലേസ് ചെയ്യാൻ കഴിയുക? യേശു ക്രിസ്തു ഒരു യഹൂദനാണ്. ഹേരോദ രാജാവിന്റെ കാലത്ത് താൻ ജനിച്ചു, നാസറേത്തിൽ വളർന്നു. ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ അവൻ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. പിന്നീട് നസ്രേത്തുകാരൻ എന്ന് അറിയപ്പെട്ടു. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന പഠനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. യേശു ഒരു ലെജൻഡ് വിവരിക്കുകയല്ല തന്റെ ജന്മ വൃത്താന്തം പറയാൻ ശ്രമിക്കുമ്പോൾ. വേദപുസ്തകത്തിലെ യേശുക്രിസ്തുവിന്റെ ബയോഗ്രഫികളൊന്നും നമുക്ക് കൃത്യമായി അങ്ങനെ വിവരിക്കാൻ തരത്തിൽ നമുക്ക് ലഭിക്കുന്നുമില്ല. ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് ചരിത്രകാരന്മാരിൽ നിന്നും ചേർത്ത് വെച്ച് ലൂക്കോസ് ആ പശ്ചാത്തലം ഉപയോഗിച്ച് വിവരിക്കുന്നതാണ് നമുക്ക് പറയാം. വേദശാസ്ത്രപരമായി പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിലെ സാഹചര്യങ്ങളെ ഹിസ്റ്റോറിക്കൽ ലിമിറ്റ് ഉണ്ട് എന്ന് വിമർശനാത്മകമായി സമീപിക്കേണ്ടതാണ് ആവശ്യം. വേദശാസ്ത്രപരമായി റെക്കഗ്നൈസിങ് ഫെയ്ത്ത് ക്ലെയിംസ് ഇതിനകത്തൂടെ നാം ദർശിക്കുകയാണ്. കോണ്ടെക്സ്ച്വലി വിത്തിൻ ജൂയിഷ് മെസ്സിയാനിക് ഹോപ്പ് യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തുകയാണ്. അങ്ങനെ ചരിത്രം ചോദിക്കുന്നു, എന്താണ് സംഭവിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ? എന്താണ് ക്രിസ്തു ജനനത്തിലൂടെ അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ജനന വൃത്താന്തത്തിലൂടെ എന്താണ് ലോകത്തിന് പഠിപ്പിക്കാനുള്ളത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്ന ഭാഗമാണ് നാം വായിക്കുന്നത്. കാലസമ്പൂർണത ഗ്രീക്ക് പുതിയ നിയമത്തിൽ ക്ലീറോമ, ഫുൾനെസ് ഓഫ് ടൈം, ലോകം പക്വമായപ്പോൾ എന്ന വിശദീകരണമാണ് ഇതിലുള്ളത്. ചരിത്രത്തിൽ വെളിപ്പെട്ട ദൈവത്തിൽ നാം വിശ്വസിക്കുകയും യേശു ചരിത്ര പുരുഷനാണെന്ന് നാം തെളിയിക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെയും അത്യാവശ്യമാണ്. മീഖ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറയുകയാണ്. ബത്ലഹേം എഫ്രാത്തെ എന്ന് കർത്താവ് വിളിച്ചുകൊണ്ട് അധികം പ്രചാരം നേടാത്ത ഒരു ഗ്രാമത്തിൽ മശിഹാ തമ്പുരാൻ ജനിക്കും എന്ന് പറയുന്നത് ഹേരോദാവ് തന്നെ കൂടാതെ മറ്റൊരു രാജാവ് ജനിച്ചപ്പോഴേ രാജാവായവൻ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ
ശാസ്ത്രിമാരെയും വിദ്വാൻമാരെയും ഒക്കെ വിളിച്ചന്വേഷിച്ച് അങ്ങനെ ഒരു രാജാവ് ജനിക്കുമെങ്കിൽ എവിടെയാകും ജനിക്കുക എന്ന പ്രവചനത്തെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥലമാണ് എന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. നാം ഈ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നു. അതിൻ്റെ ഒരു ലഘുവായ ചരിത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. മിത്ര മതത്തിൽ സൂര്യഭഗവാന്റെ ജന്മദിനം ഡിസംബർ 22 മിത്ര സൂര്യദേവൻ. വിന്റർ സോൾസ്റ്റീസ് എന്നാണ് ഈ ദിവസത്തെ വിളിച്ചിരുന്നത്. വിന്റർ സോൾസ്റ്റീസ് എന്നാണ് സൂര്യൻ ആകാശത്തിൽ ഏറ്റവും തെക്കോട്ട് മാറി വടക്ക് അർദ്ധഗോളത്തിൽ വർഷത്തിലെ ഏറ്റവും ചെറിയ പകലും ഏറ്റവും നീണ്ട രാത്രിയും ഉണ്ടാകുന്ന ദിവസമാണ് ഈ ഡിസംബർ 22 ദിവസം. എന്നാൽ എങ്ങനെയാണ് ഡിസംബർ 25 ചരിത്രത്തിൽ ക്രിസ്മസ് ആയി മാറുന്നത്? ബൈബിൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മത്തായി 1-2 അധ്യായമോ ലൂക്കോസ് 1-2 അധ്യായമോ വായിക്കുമ്പോൾ തീയതികളെക്കുറിച്ച് ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. ആദ്യ ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ജനന ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അവർ കുരിശും പുനരുത്ഥാനവും മാത്രമാണ് ചിന്തിച്ചിരുന്നത് എന്ന് നാം അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങനെ വിചാരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അന്നത്തെ എല്ലാ കൃതികളും, പ്രത്യേകിച്ച് തിരുവഴുത്ത് മുഴുവൻ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ശ്രദ്ധിച്ചത്. എന്നാൽ ഈ 25-ാം തീയതി എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? റോമൻ ലോകത്തിലെ ഒരു പ്രത്യേക ദിവസം, റോമൻ സാമ്രാജ്യത്തിലെ ഡിസംബർ 25 വിന്റർ സോൾസ്റ്റീസ്, നേരത്തെ പറഞ്ഞ അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ സൂര്യൻ കൂടുതൽ പകൽ നൽകുകയും പ്രകാശിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ദിനങ്ങൾ ആരംഭിക്കുകയാണ്. വിന്റർ സോൾസ്റ്റീസ് കൂടുതൽ ഇരുട്ട് പാകുന്ന രാത്രി കഴിഞ്ഞ ശേഷം കൂടുതൽ വെളിച്ചം തന്നു തുടങ്ങുന്ന പകൽ വെളിച്ചം അധിക സമയം നീണ്ടു നിൽക്കുന്ന സമയം ആരംഭിക്കുകയാണ്. വെളിച്ചം തിരികെ വരുന്നു എന്ന ആശയം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട വിന്റർ സോൾസ്റ്റീസിന് മുമ്പുള്ള ആഘോഷം സാറ്റർനാലിയ എന്ന് വിളിച്ചിരുന്ന ഒരു ആഘോഷമാണ്. ഡിസംബർ 12-ാം തീയതി മുതൽ ഡിസംബർ 23-ാം തീയതി വരെയാണ് സാറ്റർനാലിയ എന്ന ആഘോഷം നടന്നിരുന്നത്. പുരാതന റോമിൽ ആചരിച്ചു വന്നിരുന്ന ഒരു പ്രധാന ഉത്സവമായിരുന്നു ഇത്. ഇത് കൃഷിയുടെ ദൈവമായ സാറ്റേൺ എന്ന ദേവന് സമർപ്പിച്ചിരുന്ന ഒരു ആഘോഷമാണ്, ഉത്സവമാണ്. സാധാരണയായി ഡിസംബർ 17 മുതൽ 23 വരെയാണ് ഇത് ആചരിച്ചത്. വിന്റർ സോൾസ്റ്റീസ് കാലഘട്ടത്തോട് ചേർന്നുള്ള ഒരു ആഘോഷം. കൃഷി വിളവെടുപ്പ് പൂർവകാലത്ത് സഫലമാകുന്ന സമയത്ത് ആഘോഷം നടത്തിയിരുന്ന ഒരു ആനന്ദോത്സവമാണ്. സോൾ ഇൻവിക്ടസ് എന്ന ആഘോഷം ഈ സൂര്യ തേജസ് കൂടുതൽ വെളിച്ചത്തോടെ പ്രകാശിച്ചു തുടങ്ങുന്ന ദിവസത്തെ അവർ ചിന്തിച്ച് പറഞ്ഞിരുന്നു. സോൾ ഇൻവിക്ടസ് എന്ന ആഘോഷം സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ട് അൺകോൺക്വേർഡ് സൺ, സൂര്യദേവന്റെ ജന്മദിനമായി കരുതിയിരുന്ന സോൾ ഇൻവിക്ടസ് എന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തിൽ ആരാധിക്കപ്പെട്ട സൂര്യ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമാണ്. സോൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഇൻവിക്ടസ് എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാനാവാത്ത എന്നാണ്. തോൽപ്പിക്കാനാവാത്ത സൂര്യൻ. ചരിത്ര പശ്ചാത്തലത്തിൽ അങ്ങനെ സൂര്യഭഗവാന്റെ ജന്മദിനം 22-ാം ദിവസമായിരുന്നു. 22-ാം ദിവസം കഴിഞ്ഞ് കൂടുതൽ പ്രകാശിച്ചു വരുന്ന ദിവസം എന്ന കണക്ക് 3-ാം ദിവസം കൂടെ തികച്ച് 25 എന്ന ആഘോഷത്തിലേക്ക് അവർ പിൽക്കാലത്ത് എത്തിച്ചേർന്നു. എന്റെ മുന്നിലുള്ള പള്ളിയിലെ ക്രിസ്മസ് ഹൗസ് വിസിറ്റ് നടക്കുന്നതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ചരിത്ര പശ്ചാത്തലം എന്താണ് നമുക്ക് പരിശോധിക്കാം. 3-ാം നൂറ്റാണ്ടിൽ, അതായത് AD 274 റോമൻ ചക്രവർത്തിയായിരുന്ന അറീലിയൻ സോൾ വിക്ടസ് ആരാധന സ്ഥിരമാക്കുകയും ഈ സൂര്യ ആരാധന
രാഷ്ട്രമതമാക്കി ഉയർത്തുകയും ചെയ്തു. AD 274 സാമ്രാജ്യത്തെ ഒന്നിപ്പിക്കുകയും വിവിധ ആരാധനകളെ ഒന്നായി കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അറീലിയൻ ചക്രവർത്തി ഈ കാര്യത്തിലൂടെ ഉദ്ദേശിച്ചത്. സോൾ ഇൻവിക്ടസ് ഉത്സവ ദിവസം അങ്ങനെ ഡിസംബർ 25 തുടർന്ന് ഈ രാജാവാണ് ഉറപ്പിച്ചത്, അറീലിയസ്. വിന്റർ സോൾസ്റ്റീസ് കാലഘട്ടത്തോട് ചേർന്ന് സൂര്യൻ തിരിച്ചു വരുന്നു എന്ന വിശ്വാസം അവർക്കുണ്ടായി. ഇരുട്ടിനെ ജയിക്കാൻ വേണ്ടി വെളിച്ചം വീണ്ടും ശക്തിയാർജിച്ചു വരുന്നു. സോൾ ഇൻവിക്ടസ് പ്രതിനിധാനം ചെയ്തത് ശക്തി, വിജയം, സാമ്രാജ്യത്വ അധികാരം, സൈനിക പരാക്രമം എന്നിവയുടെ മേലുള്ള വിജയം, വെളിച്ചം എന്നീ അർത്ഥത്തിൽ സൂര്യൻ തീവ്ര ശക്തിയോടെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിക്കുന്നു എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബൈബിൾ യേശുവിന്റെ ജനന തീയതി വ്യക്തമാക്കുന്നില്ലെങ്കിലും ആദ്യകാല ക്രൈസ്തവർ യേശു ക്രിസ്തുവിന്റെ ജനന ആഘോഷം ജനനം എന്ന തീയതിയായിട്ട് ആഘോഷിക്കാനും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ സഭ ഡിസംബർ 25 ക്രിസ്മസ് ദിനമായി സ്വീകരിച്ചു. സോൾ ഇൻവിക്ടസ് സൂര്യാരാധന ആയിരുന്ന ദിവസം ക്രിസ്തു ആരാധനയായി മാറി. കാരണം റോം ക്രിസ്തുവൽക്കരിക്കപ്പെടുകയും ക്രിസ്തുമതം ഒരു സ്വതന്ത്ര മതമാക്കി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതോടെ സൂര്യനല്ല, ക്രിസ്തുവാണ് യഥാർത്ഥ വെളിച്ചം എന്ന ചിന്ത പകർന്നു. സോൾ ഇൻവിക്ടസ് അല്ല, ക്രിസ്റ്റസ് വിക്ടർ ആണ് ദൈവം, വെളിച്ചം എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ യേശുവും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, യോഹന്നാൻ 8:12. നീതിയുടെ സൂര്യൻ ഈ ലോകത്തിൽ ഉദിക്കേണ്ടത് ആവശ്യം, മലാഖി 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ. എന്നാൽ സൃഷ്ടിയുടെ ഭാഗമല്ല ക്രിസ്തു, സൃഷ്ടിയുടെ കർത്താവാണ്, സൂര്യനെ സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ക്രിസ്തു സഭ പറഞ്ഞു, യഥാർത്ഥ സൂര്യൻ യേശു ക്രിസ്തുവാണ്. അങ്ങനെ സൂര്യദേവന്റെ ദിവസം ക്രിസ്തുവിന്റെ ദിവസമായി മാറി. ക്രിസ്തു ഈ ലോകത്തിന്റെ ഇരുളിനെ ജയിച്ച് ലോകത്തിന് വെളിച്ചവും പകർന്നു. ആദ്യകാല ക്രൈസ്തവ വിശ്വാസത്തിൽ ഫ്ലേവിൻസ്, വലേറീസ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി താൻ ജനിച്ചത് AD 272 3-ാം നൂറ്റാണ്ടിൽ. 306 മുതൽ AD 337 വരെയായിരുന്നു അദ്ദേഹം ചക്രവർത്തിയായത്. മിൽവിയൻ യുദ്ധം വളരെ ഘോരമായി നടക്കുന്ന സമയം. ആ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ഇൻ ഹോക് സിഗ്നോ വിൻസസ് എന്ന ഒരു ക്രൈസ്തവ അടയാളം റോയുമായി അതിനടിയിൽ കുരിശിന്റെ അടയാളമുള്ള ഒരു സിംബലാണ്. അദ്ദേഹം ആകാശത്ത് തെളിഞ്ഞു കണ്ടു എന്ന് പറയുകയും ഇത് എല്ലാ പടയാളികളുടെയും എംബ്ലമായി വസ്ത്രത്തിൽ പതിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ അടയാളത്തോടെ പോയാൽ ജയിക്കും എന്ന് പ്രഖ്യാപനമുണ്ടായി പോലും. അങ്ങനെ അദ്ദേഹം പോവുകയും ആ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തു. മിൽവിയൻ ബ്രിഡ്ജ് വാർ. അതിനുശേഷം ഈഡിക്റ്റ് ഓഫ് മിലാൻ പ്രഖ്യാപനത്തിലൂടെ 313 അദ്ദേഹം ക്രിസ്തുമതം തൻ്റെ വിശ്വാസമതമായി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ഇത്തരം ഉദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന നിരവധി ചർച്ചകളും ചിന്തകളും ഒക്കെ ഉണ്ട് താനും. നിഖ്യ കൗൺസിൽ അരിയൂസിന്റെ ഉപദേശം ശക്തമായി വേദപുസ്തക ഉപദേശത്തിന് വിപരീത ഉപദേശമായി, പാഷണ്ഡോപദേശമായി സജീവ ചർച്ച നേടിയപ്പോൾ നിഖ്യയിൽ കൗൺസിൽ ചേരാൻ പ്രധാന നേതൃത്വം നൽകിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. എന്നാൽ അദ്ദേഹം അന്നും സ്നാനപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റെന്തോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം. പക്ഷേ തന്റെ അവസാന കാലത്ത് അദ്ദേഹം സ്നാനപ്പെടുകയും ചെയ്തു. 336 റോമിലെ സഭ രേഖകളിൽ ആ കാലഘട്ടം മുതലാണ് ക്രിസ്തുമസ് ആരംഭിച്ചത്, ആഘോഷിക്കാൻ തുടങ്ങിയതിന്റെ രേഖകളും നാം വായിക്കുന്നത്. AD 336 റോമിലെ സഭയിലെ ആദ്യത്തെ ക്രിസ്മസിന്റെ രേഖയുള്ളത് അത് മുതലാണ്.
അദ്ദേഹത്തിന്റെ സ്നാന ദിവസത്തോടുകൂടി ചേർത്ത്. അമ്മ ഹെലന ആയിരുന്നു. ഹെലനയാണ് നേരത്തെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്നും പാരമ്പര്യം പറയും. രാജമതമായി ഈ മതം പ്രഖ്യാപിക്കപ്പെട്ടതോടെ വളരെ ശക്തമായി തീർന്നു ക്രിസ്തുവിശ്വാസം. ക്രിസ്തുവിശ്വാസം സാമ്രാജ്യവൽക്കരിക്കപ്പെട്ടു, രാജകീയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു, ദൈവാലയങ്ങളെല്ലാം ഉന്നതമായ നിലയിൽ നിർമ്മിക്കപ്പെട്ടു, പീഡനത്തിന്റെ കാലം അവസാനിച്ചു. AD 64 മുതൽ AD 284 വരെ നടന്നിരുന്ന പീഡനം അവരുടെ ജീവിതത്തിൽ അസ്തമിച്ചു. പീഡനം അവസാനിച്ചതോടെ ക്രൈസ്തവ സഭ ആഡംബരത്തിലും ഭൗതിക സുഖത്തിലും ആദ്യ പ്രാർത്ഥനയിൽ കേട്ടതുപോലെ അലസമായ ഒരു ജീവിതത്തിലേക്ക് തിരികുകയും ചെയ്തു. AD 4-ാം നൂറ്റാണ്ട് മുതലാണ് കൃത്യമായും ക്രിസ്തു പിറവി ദിനം ഡിസംബർ 25 കിഴക്കൻ സഭകൾ ജനുവരി 6 എപ്പിഫനി ഡേ ആയി ആചരിച്ചപ്പോൾ പാശ്ചാത്യ സഭകൾ മുഴുവൻ ഡിസംബർ 25 എന്ന നിലയിലേക്ക് യേശുവിന്റെ ജനനനാൾ ആഘോഷിച്ചത്. പിന്നീട് ഡിസംബർ 25 തന്നെ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ പഴയ സഭാ പാരമ്പര്യം അനുസരിച്ച് യേശു എപ്പോഴാണ് ജനിച്ചത് എന്നതിന് ഒരു പാരമ്പര്യവുമുണ്ട്. യേശു മാർച്ച് 25-നാണ് തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ രൂപപ്പെട്ടത്, അനൻസിയേഷൻ. അവിടെ നിന്ന് 9 മാസം കൂട്ടിയാൽ ഡിസംബർ 25 എത്തിച്ചേരും എന്ന ചിന്തയിലാണ്. മാത്രമല്ല, യഹൂദന്മാർ വയസ്സ് എണ്ണി തുടങ്ങുന്നത് ജനിച്ച് 8-ാം നാൾ പരിച്ഛേദന നടത്തുമ്പോഴാണ്. ഡിസംബർ 25 ക്രിസ്മസ് ആയതുകൊണ്ടാണ് 8-ാം നാൾ ജനുവരി 1 ആയി മാറിയത്. അങ്ങനെയാണ് ജനുവരി 1 എന്നത് പുതിയ വർഷത്തിന്റെ തുടക്കമായി തീരുന്നത്. ഇത് കൃത്യമായും എങ്ങനെയാണ് ഡിസംബർ 25 ക്രിസ്മസ് ആയി മാറിയത് എന്ന് ചിന്തിക്കുക മാത്രം ചെയ്യാനേ ഉതകുകയുള്ളൂ. യേശു ശരിക്കും ഏത് മാസത്തിലാണ് ജനിച്ചത്? പല പണ്ഡിതരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ നമുക്ക് പറയാൻ കൊള്ളാവുന്ന വിചാരം, ഇടയന്മാർ വയലിൽ രാത്രിയിൽ ആടുകളെ ഗുഹയ്ക്കുള്ളിലെ പാർപ്പിച്ചുകൊണ്ട് പുറത്ത് കാവലിലായിരുന്നു എന്നാണ്. ലൂക്കോസ് 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ. ആ ഇടയന്മാർ വെളിയിൽ തുറസായ സ്ഥലത്ത് പാർക്കാൻ കാലാവസ്ഥ അനുയോജ്യമാകണമെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാവാം, അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാവാം. അല്ലാത്ത സമയത്തെല്ലാം നല്ല ശൈത്യം ഈ സമയത്ത് പാലസ്തീനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ യേശു കർത്താവ് ജനിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലോ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലോ ഒക്കെയാണ് എന്നാണ് പലരും പറയുന്നത്, ഈ കാരണങ്ങൾ കൊണ്ട്. എന്നാൽ ഡിസംബർ 25 തെറ്റാണോ? തീയതിയല്ല പ്രധാനം, യേശു ജനിച്ചു എന്നുള്ള സംഭവത്തിനാണ് പ്രസക്തി. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരാൾ ഒരു ദിവസം വിശേഷം എന്ന് കരുതാം എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യനായി തീർന്നു. മനുഷ്യത്വം മരവിച്ച ലോകത്തിൽ മനുഷ്യനെ ആരാണ് ശരിയായ മനുഷ്യൻ എന്ന് കാണിച്ചു തരികയാണ് യേശു. ഇന്ന് മനുഷ്യത്വം മനുഷ്യ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, മൃഗീയത വെളിപ്പെട്ടു എന്ന് പറയാൻ പോലും മൃഗത്തെ പോലെ നാണിപ്പിക്കുന്ന വിധത്തിലാണ് മനുഷ്യന്റെ പെരുമാറ്റവും പ്രവൃത്തിയും ഇന്ന് പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുക. വെളിച്ചം ഇരുട്ടിൽ വീശി അടിക്കുകയാണ്. പ്രതീക്ഷ ഇല്ലാത്ത മനുഷ്യർക്കിടയിലേക്ക് യേശു കർത്താവ് വന്നു, വചനം മാംസമായി തീർന്നു. യോഹന്നാൻ 1:14. ഡിസംബർ 25 എന്ന ക്രിസ്മസ് തീയതി എങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഗലാത്യർ 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചു. കാലസമ്പൂർണത എന്നത് വേദശാസ്ത്രം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യ ക്ലാസ്സുകളിൽ തന്നെ ലഭിക്കുന്ന ഒരു വലിയ ചോദ്യത്തിന് ഉത്തരമാണ്. റോമൻ പീസ് എന്ന പാക്സ് റോമാന വളരെ കൃത്യമായും അന്ന് സമാധാനമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന ഒരു കാലം. ഈ സമയത്ത് സമാധാനം സ്ഥാപിക്കപ്പെട്ട കാലമാണ്. വിവരിച്ച് തൊട്ടു താഴെ അല്പം പറയാൻ ശ്രമിക്കാം. പാക്സ് റോമാന
ഈ സമയത്ത് റോഡുകൾ വിശാലമായി മാറി. അലക്സാൻഡ്രിയയിൽ ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായി. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് നിരവധി റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. പാലസ്തീനിലേക്ക് ഇവിടെ കടന്നു പോകുന്ന പാതകളുണ്ടായി. പൗലോസിനും മറ്റുമൊക്കെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ലഭിച്ചത് പിൽക്കാലത്ത് അങ്ങനെയാണ്. രണ്ടാമത്, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തോടുകൂടി ഹെലനിസ്റ്റിക് സംസ്കാരം, ഹെലനിസം വിശദീകരിച്ച് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കുവാൻ തുടങ്ങി. റഷ്യയുടെ ഗ്രീക്ക് ലാംഗ്വേജ്, കൊയിനെ ഗ്രീക്ക്, അങ്ങനെ ആളുകൾക്കെല്ലാം വിശാലമായി ആശയ സംവേദനത്തിനുള്ള മാധ്യമമായി മാറി. അങ്ങനെ എബ്രായ ഭാഷ കൈകാര്യം ചെയ്തിരുന്ന യഹൂദന്മാർക്ക് പോലും എബ്രായ ഭാഷ അറിയാതായി. യേശുവിൻ്റെ കാലത്ത് ഗ്രീക്ക് ഭാഷ അഥവാ യവന ഭാഷ അവർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന രീതിയിലേക്ക് വളർന്നു. അങ്ങനെയാണ് സുവിശേഷങ്ങളെല്ലാം ഈ കാലത്ത് രചിക്കപ്പെട്ടത്. യഹൂദന്മാരുടെ മശിഹ പ്രതീക്ഷ വളരെ ശക്തമായി തീർന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് കാലസമ്പൂർണതയിൽ യേശു ഈ ലോകത്തിൽ വന്ന് ജനിക്കാൻ അത് കാരണമായി തീർന്നു. അറിയപ്പെടുന്ന ലോകം മുഴുവൻ റോമിന്റെ കീഴിലായി. അതിർത്തി പ്രശ്നമായി മാറിയില്ല. ഏതതിരും കടന്ന് പോകുന്നതിനുള്ള സൗകര്യം അങ്ങനെ സുവിശേഷ വ്യാപനം നടത്തിയ ആളുകൾക്കുണ്ടായി. ദൈവിക നിയമങ്ങളിൽ പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ സജീവമായി മാറി. ഒരു മശിഹ തമ്പുരാൻ വന്നാലേ കാലം ശരിയായി പോകൂ എന്നുള്ള വിചാരം പോലും വന്നു. യെരുശലേമിന് തെക്ക് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ ദാവീദിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ എത്തിച്ചേരും. ഇവിടെയാണ് ബോവസും രൂത്തും താമസിച്ചത്. അവിടെയാണല്ലോ പ്രിയപ്പെട്ട കുടുംബങ്ങളിലെല്ലാം വിശ്വാസ ജീവിതത്തിന്റെ തുടക്കം ആയിത്തീർന്നത്. ഈ ദാവീദിന്റെ പട്ടണത്തിലാണ് യേശുവിന്റെ ജനനം. എഫ്രാത്ത അഥവാ എഫ്രാത്ത് എന്നത് ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ പട്ടണത്തിന്റെ കാലത്ത് വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല. ഫ്രൂട്ട്ഫുൾ അല്ലെങ്കിൽ ഫലകരമായത് എന്നാണ് എഫ്രാത്ത എന്ന പദത്തിന്റെ അർത്ഥം. അവിടെ മുഴുവൻ വയലായിരുന്നു. ഇന്നും കുറെ പ്രദേശം വയലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പോയാൽ. ബെയ്ത് സഹൂർ എന്നാണ് ഇന്ന് ഈ സ്ഥലത്തെ അറിയുന്നത്. യേശുവിന്റെ ജനന സമയത്ത് ഹേരോദാവായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. പട്ടണം പണിയുന്നതിൽ നിപുണനായിരുന്ന അദ്ദേഹം ഭരണതന്ത്രജ്ഞനും നയപരമായി കഴിവുള്ളവനുമായിരുന്നെങ്കിലും അദ്ദേഹം ക്രൂരനായിരുന്നു. BC 20 യെരുശലേം ദൈവാലയം അദ്ദേഹം പണിയാൻ തുടങ്ങി. തന്നെ എതിർത്ത സമ്പന്നരായ എല്ലാ യഹൂദന്മാരെയും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും അന്നിങ്ങനെ ഇദ്ദേഹം അവരെ സമ്പത്ത് കൊള്ളയടിച്ച് സമ്പന്നനായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മാർക്ക് ആന്റണിയെ സ്വാധീനിച്ച് റോമൻ സെനറ്റിൽ നിന്നും ഒരു കൊച്ചു പ്രദേശത്തിന്റെ നാടുവാഴിയായി ജീവിക്കാൻ മാത്രം പോന്ന ഇദ്ദേഹം രാജാവ് എന്ന പദവി പണം നൽകി സ്വന്തമാക്കി. ഹേരോദാവ് ഏദോം വംശജനായ ആന്റിപ്പേറ്ററിനെ ഇസ്മായേലിയ വംശജയിൽ ജോർദാനിലെ പെട്ര എന്ന പട്ടണത്തിലെ അറബിയിലെ നബാത്യ എന്ന ജാതിയിൽപ്പെട്ട സൈപ്രോസ് എന്ന റാണിയിൽ ജനിച്ച പുത്രനായിരുന്നു. ഹേരോദാവിന്റെ പുത്രനായി ജനിക്കുന്നതിലും ഭേദം പന്നിയായി ജനിക്കുന്നതാണ് നല്ലത് എന്ന് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് ഒരിക്കൽ പറഞ്ഞ വിവരം ജോസീഫസ് കളിയാക്കി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം ഗ്രീക്ക് ഭാഷയിലെ പദങ്ങൾ തമ്മിലുള്ള സാമ്യമാവാം ഒന്ന് എന്നാണ് കണക്കാക്കുന്നത്. കാരണം ഹുയോസ് എന്ന് പറഞ്ഞാൽ മകൻ, പുത്രൻ. ഹസ് എന്ന് പറഞ്ഞാൽ പന്നി. അങ്ങനെ ഹുയോസ് എന്ന് ജനിക്കുന്നതിനേക്കാൾ ഹസ്സായി ജനിക്കുന്നതാണ് നല്ലത് എന്ന ഭാഷയുടെ പ്രയോഗം അനുസരിച്ചാണ് ഈ ചൊല്ലു വന്നത് എന്നും പറയാറുണ്ട്. ഏതായാലും BC 4 ഈ പറഞ്ഞ ഹെരോദാവ് മരിക്കുന്നു. അതിന് മുമ്പാണ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്താണ് യേശു ജനിച്ചത്. അതിന് തൊട്ടു മുമ്പോ ആ വർഷമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ഹെരോദാവിന്റെ കാലത്താണ് യേശു ജനിച്ചതെന്ന് പറയുന്നുണ്ട്. റോമൻ ചരിത്രകാരനായ സൂട്ടോണിയസ് AD 69 മുതൽ 122 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലം. യഹൂദ്യയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വിശ്വാസ സമൂഹത്തിന്റെ വളർച്ച ലോകത്തെ അവർ ഭാവിയിൽ ഭരിക്കും എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ്, അദ്ദേഹം ജീവിച്ചിരുന്നത് AD 56 മുതൽ AD 120 വരെയാണ്. യഹൂദ്യയിൽ നിന്നും വിശ്വസാമ്രാജ്യം ഭരിക്കാനുള്ളവൻ ജന്മമെടുക്കും എന്ന് അദ്ദേഹം ടാസിറ്റസ് പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ
യേശുവിനോട് വെറുപ്പ് പ്രകടിപ്പിച്ച ഹേരോദാവ് പ്രതികരിക്കുകയും ചെയ്യുന്നു. മതപശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രതികരിക്കുകയും ചെയ്യുന്നു. വിലമതിക്കാനാവാത്ത ദാനങ്ങൾ അർപ്പിച്ച് വിദ്വാൻമാർ ആരാധിക്കുന്നു. വിദ്വാൻമാർക്ക് മുമ്പേ പാമരന്മാരായ ഇടയന്മാർ യേശുവിനെ അർത്ഥവത്തായി ആരാധിച്ചതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും വായിക്കാൻ കഴിയും. ആദ്യം യഹൂദന്മാർക്കും പിന്നെ വിജാതീയർക്കും രക്ഷ വെളിപ്പെട്ടതുപോലെ തന്നെ ഇവിടെ രക്ഷകനും വെളിപ്പെടുകയാണ്. ആദ്യം ലാളിത്യമുള്ളവർക്കും നിഷ്കളങ്കരായ ഇടയന്മാർക്കും തുടർന്ന് ബഹുമാന്യരും പരിജ്ഞാനികളുമായ വിദ്വാൻമാർക്ക് മുന്നിലും രക്ഷ വെളിപ്പെടുത്തുന്നു. ആദ്യം ദരിദ്രർക്ക് മുന്നിലും പിന്നെ സമ്പന്നർക്ക് മുന്നിലും യേശു വെളിപ്പെടുകയാണ്. പുരോഹിതന്മാർ രക്ഷകന്റെ ജനനത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടും വിദ്വാൻമാർ രക്ഷകനെ ദർശിക്കുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നില്ല. വിദ്വാൻമാർ മടങ്ങി വന്ന് ശിശുവും രക്ഷകനുമായി പറഞ്ഞ് യേശുവിനെ കുറിച്ച് അറിയിക്കാതെ വേറെ വഴിയായി മടങ്ങിപ്പോയതിൽ ഹേരോദാവിനെ കളിയാക്കിയതായിട്ടാണ് അയാൾക്ക് തോന്നിയത്. ക്രിസ്തുവിനെ കണ്ടാൽ പിന്നെ ഒരു പുതിയ വഴിയെ പോകുവാൻ കഴിയുകയുള്ളല്ലോ. തന്റെ സിംഹാസനം തട്ടിയെടുക്കുന്നവനാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്ന വാക്കിൽ നിന്നും ഹേരോദാവ് ഗ്രഹിച്ചത്. ഈ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശിശുവിനെ കൊല്ലാനാണ് ആജ്ഞ പുറപ്പെടുവിച്ചത്. കുടുംബമായി ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ ആജ്ഞ ലഭിച്ചപ്പോൾ യോസെഫ് മറ്റൊന്നും ആലോചിച്ചില്ല. രക്ഷകനെ രക്ഷിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അടുത്ത് യോസെഫിനോട് സംസാരിക്കുന്നതുവരെ മിസ്രയീമിൽ പാർക്കാൻ ആയിരുന്നു ദൈവം നൽകിയ നിർദ്ദേശം. മത്തായി 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതാണ് നാം വായിക്കുന്നത്. അല്പവും അമാന്തിക്കാതെ അപ്പോൾ തന്നെ യോസെഫ് സകുടുംബം പുറപ്പെടുകയും ചെയ്തു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ ലോത്തിനോട് നിർദ്ദേശിച്ചപ്പോൾ അവൻ പല ഒഴിവഴികൾ പറഞ്ഞ് ഒഴിഞ്ഞു നിന്നു. ഉൽപ്പത്തി 19:28. എന്നാൽ ആ സ്ഥാനത്ത് യോസെഫ് അതേ സാഹചര്യം അനുസരണയോടെ ഏറ്റെടുക്കുകയും നേരിടുകയും ചെയ്യുകയാണ്. മിസ്രയീമിൽ ഒരു യഹൂദ സമൂഹം പുറപ്പാട് സംഭവത്തിന് ശേഷം ഇസ്രായേലിൽ മടങ്ങി വരാതെ അവിടെ തന്നെ പാർത്തിരുന്നതായാണ് ചരിത്രം. ഹേരോദാവിന്റെ ഭരണത്തിന് പുറത്തുള്ള ഭരണപ്രദേശത്തിന്റെ അതിർത്തിക്ക് വെളിയിലുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു അത്. അവിടെ 10 ലക്ഷം യഹൂദന്മാർ പാർത്തിരുന്നു എന്നാണ് ഫൈലോ രേഖപ്പെടുത്തുന്നത്. ഫൈലോ ജീവിച്ചിരുന്നത് ഏതാണ്ട് AD 40-ലാണ്. അവിടെ ചെന്ന് പാർക്കുന്നതിനുള്ള നിർദ്ദേശം ദൈവം തന്നെയാണ് നൽകിയത്. മോശയെ ഒളിപ്പിച്ച് പാർപ്പിച്ചതുപോലെ ഘോരശത്രുവായ പിശാചിൽ നിന്നും ലോകത്തെ വീണ്ടെടുക്കാൻ ഹേരോദാവ് കഴിഞ്ഞു പോകും വരെ മിസ്രയീമിൽ ദൈവപുത്രനായി യോസെഫും മറിയയും പാർത്തു എന്നാണ് മത്തായി 2:19 നാം വായിക്കുന്നത്. പഴയ നിയമത്തിലെ യോസെഫും പുതിയ നിയമത്തിലെ യോസെഫും തമ്മിൽ ചില സമാനതകൾ ദർശിക്കാം. വിദ്വാൻമാരുടെ സന്ദർശനത്തിന് ശേഷം ശിശുവിനെ അമ്മയായി മറിയയും കൂട്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ ദൂതൻ സ്വപ്നത്തിൽ യോസെഫിനോട് ആവശ്യപ്പെട്ടു. ദൈവകൽപ്പന അനുസരിക്കാത്ത ഹവ്വയുടെ സ്ഥാനത്ത് ദൈവകൽപ്പന അനുസരിക്കുന്ന മറിയ പുതിയ ഇസ്രായേലിന്റെ പ്രതിനിധിയായി തീരുകയാണ്. പഴയ നിയമത്തിലെ യോസെഫും പുതിയ നിയമത്തിലെ യോസെഫും സ്വപ്നക്കാരായിരുന്നു. ഫറവോന്റെ നാട്ടിൽ പഴയ നിയമത്തിലെ യോസെഫ് ഈജിപ്തിൽ മന്ത്രിയായിരുന്നു. യോസെഫിന് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ അടിമകളായിരുന്നു ഇവിടെ. ദൈവം ഇടപെട്ടാണ് അവിടെ ഇസ്രായേൽ ജനത്തിന് വിമോചനം നൽകി. ഒരു കാലത്ത് ഇസ്രായേൽ അടിമത്തം അനുഭവിച്ച സ്ഥലത്ത് അഭയം പ്രാപിക്കാനാണ് സ്വപ്നത്തിൽ പുതിയ നിയമത്തിലെ യോസെഫിന് കർത്താവ് നിർദ്ദേശം നൽകിയത്. യേശു പിറന്നപ്പോഴേ രാജാവായി, അതായത് എവിടെയോ രാജാവായി ജീവിച്ചവന് മാത്രമേ ഇവിടെ രാജാവായി പിറക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരും ജനിച്ചതിന് ശേഷം രാജാവായവരാണ്. മത്തായി 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ യേശു പിറന്നപ്പോഴേ രാജാവായി. ഈ വാക്ക് കേട്ടപ്പോഴാണ് ഹേരോദാവ് അങ്ങനെ പിറന്ന ശിശുവിനെ കൊന്നുകളയണം എന്ന് തീരുമാനിച്ചത്. വിദ്വാൻമാർ ശിശുവിനെ കുറിച്ച് അറിയിക്കാതെ വേറെ വഴിയായി പോയപ്പോഴും അദ്ദേഹത്തിന് കോപമുണ്ടായി. മത്തായി 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ അത് വിവരിക്കുന്നുണ്ട്. കോപിഷ്ഠനായ ഏദോമ്യനിൽ നിന്നും രക്ഷപ്പെടാൻ യേശുവിനെ ഈജിപ്തിലേക്ക് അയക്കുകയാണ്. ഫറവോൻ ആൺകുട്ടികളെ വധിക്കാൻ പണ്ട് കൽപ്പന പുറപ്പെടുവിച്ചല്ലോ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-22 വാക്യങ്ങളിൽ കാണാം. അതേ കൽപ്പന ഹേരോദാവും ആവർത്തിക്കുകയാണ്. മത്തായി 2:16 മുതൽ 18 വരെ വായിക്കുമ്പോൾ കാണാം. മോശയുടെ ശൈശവം അപകടകരമായ സാഹചര്യത്തെ അതിജീവിച്ചതിന് സമാനമായ സാഹചര്യമാണ് യേശു കർത്താവിനും നേരിടേണ്ടി വന്നത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം ഇവ തമ്മിലുള്ള സമാനതയും നമുക്ക് കാണാം. രക്ഷയുടെ ക്രമീകരണങ്ങൾ
ദൈവം തന്നെ ചെയ്യുകയാണ്. എങ്കിലും കുറെ ശിശുക്കൾ നഷ്ടപ്പെട്ടു പോകും. വിദ്വാൻമാർക്ക് വഴിതെറ്റിയാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ചില അമ്മമാരുടെ മക്കൾ വിദ്വാൻമാരെ നോക്കി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവാം. നക്ഷത്രങ്ങൾ തെറ്റിപ്പോയാൽ ഉള്ള സംഭവം ഇതാണ്. പലായനം രാത്രിയിലായിരുന്നിരിക്കണം. പഴയ നിയമത്തിലെ ഇസ്രായേല് ഒരു രാത്രിയിലായിരുന്നല്ലോ പുറപ്പാട്. എത്ര കാലം ഈജിപ്തിൽ പാർത്തു എന്നോ ഏത് സ്ഥലത്ത് യേശു കുഞ്ഞ് പാർത്തു എന്നോ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. എങ്കിലും 6 മാസം അവിടെ കുസ്കം എന്ന സ്ഥലത്ത് പാർത്തിരുന്നു എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കുന്നത്. ഈജിപ്തിൽ അവിടെ അൽ മൊഹറാഖ് എന്ന പേരിൽ കന്യാമറിയത്തിന്റെ ഒരു പള്ളി ഇന്ന് പണിതിട്ടുണ്ട്. ഈജിപ്തിലെ ആദ്യ ക്രിസ്തീയ ദൈവാലയമാണിത്. അവിടെ സുവിശേഷവുമായി വിശുദ്ധ മാർക്കോസ് എത്തിയ ശേഷം AD 60കളിൽ ഈ ദൈവാലയം പണിതു എന്നാണ് വിശ്വാസം. തുടർന്ന് നസ്രയത്തിൽ തിരികെ എത്തുന്നതുവരെ 3 വർഷത്തോളം യേശു കുഞ്ഞുമായി യോസേപ്പും മറിയോട് താമസിക്കാൻ സാധ്യതയുണ്ട്. ചരിത്ര പ്രാധാന്യമായതുകൊണ്ടാണ് ഞാൻ ഈ വിധത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. AD 4ൽ ഹേരോദാവ് മരിച്ച ശേഷം പുത്രനായ അർക്കലയോസ് ആയിരുന്നു യഹൂദിയുടെ ഭരണാധികാരി. അദ്ദേഹം വൃത്തികെട്ട രാജാവായിരുന്നു. അദ്ദേഹം തന്റെ മരണത്തിന് ശേഷം യോസേഫിന് 2 സ്വപ്നങ്ങളാണ് ഹേരോദാവിന്റെ മരണത്തിന് ശേഷം ഉണ്ടായത്. ദൂതന്മാർക്ക് പകരം സ്വപ്നങ്ങളാണ് മത്തായി സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകത. ദുർബലനും ക്രൂരനുമായ അർക്കലയോസ് യഹൂദന്മാരുടെ അപേക്ഷ പ്രകാരം AD 6ൽ റോമിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്തു. ഇസ്രായേൽ ജനം പുതിയ രാജ്യമായി രൂപപ്പെടാൻ പുറപ്പെട്ടത് മിസ്രൈമിൽ നിന്നാണ്. ഒരു പുതിയ രാജ്യസ്ഥാപകനായ യേശുവും മിസ്രൈമിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. 10 ഭാര്യമാരുണ്ടായിരുന്ന ഹേരോദാവ് പരസംഗം ആരോപിച്ചാണ് ഭാര്യ മറിയാമയെ വധിച്ചത്. ഹേരോദാവ് മഹാപുരോഹിതനായിരുന്ന ഹിർക്കാനസിന്റെ 2ാമത്തെ പൗത്രിയായിരുന്നു ഇവർ. തന്റെ സിംഹാസനം പിടിച്ചെടുക്കുമെന്ന് ഭയന്ന് അലക്സാണ്ടർ, അരിസ്റ്റോബുലസ് എന്നീ മക്കളെ BC 7ലും ഹേരോദാവിന്റെ മൂത്ത മകൻ ആന്റിപേറ്റർ 2ാമനെ BC 4ലും വലിയച്ഛൻ ഹിർക്കാനസ് തുടങ്ങി നിരവധി മനുഷ്യരെ AD 29ലും കൊന്ന ഹേരോദാവാണ് ഈ പറഞ്ഞത്. 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം ഇയാൾ കൊന്നു എന്ന് പറയുന്നതിൽ അതുകൊണ്ട് അതിശയോക്തിയില്ല. പക്ഷേ ജനസംഖ്യയിൽ യഹൂദന്റെ വളർച്ച നിയന്ത്രിക്കപ്പെടണമെങ്കിൽ കൊല്ലേണ്ടത് സ്ത്രീകളെ ആയിരുന്നു. ഫറവോന്റെ ഈ മണ്ടത്തരം ഹേരോദാവും ആവർത്തിക്കുന്നു യേശുവിന്റെ ജനനത്തിൽ. ഗർഭം വഹിക്കാൻ ഒരു തലമുറയിലെ സ്ത്രീകൾ മുഴുവൻ തയ്യാറായാൽ മനുഷ്യവർഗം ഭൂമിയിൽ അവസാനിക്കും എന്നാണല്ലോ നമ്മുടെ ചൊല്ല്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം പിടിച്ചെടുക്കുമ്പോൾ ഇസ്രായേലിൽപ്പെട്ട അമ്മമാർ നിലവിളിച്ചു. യിരെമ്യാവ് 31-ാം അധ്യായം 15ൽ അമ്മമാരുടെ പ്രതിനിധിയായി റാഹേലിനെ അവരോധിപ്പിച്ചുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ വധിക്കാനുള്ള കൽപ്പന അതിക്രൂരം എന്ന് വേദപുസ്തകം ചിത്രീകരിക്കുന്നു. ബത്ലഹേം പട്ടണം അന്ന് ജനസാന്ദ്രമല്ലായിരുന്നു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാധാരണയായി ജോസഫസിന്റെ കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്താൻ ശ്രമിച്ചത് 2 വയസ്സിന് താഴെ ഏതാണ്ട് 12ഓളം കുട്ടികൾ അവിടെ നിന്ന് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ സോറിയാസിസും അൾസറും പൈൽസും ശരീരം മുഴുവൻ മുഴകളും നിറഞ്ഞ് രോഗിയായി ഹേരോദാവ് മരിച്ചു എന്നാണ് ജോസഫസ് വിവരിച്ചിരിക്കുന്നത്. ക്രൂരനായ തന്റെ മരണദിവസം യഹൂദന്മാർ ആഘോഷിക്കാതിരിക്കാൻ യഹൂദിയയിലെ ശ്രേഷ്ഠരായ യഹൂദന്മാരെ ബന്ധിച്ച് ഹിപ്പോഡ്രാം എന്ന കോട്ടയിൽ ഹേരോദാവ് അടച്ചിരുന്നു. താൻ മരിക്കുമ്പോൾ യഹൂദന്മാരെ വധിക്കണം എന്ന് തന്റെ സഹോദരി ശലോമിയോട് അദ്ദേഹം കൽപ്പിച്ചിരുന്നു. ഹേരോദാവ് മരിച്ചപ്പോൾ ശലോമി ഭർത്താവ് അലക്സിസുമായി ആ കോട്ടയിൽ ചെന്ന് അവിടെ ചെന്ന യഹൂദന്മാരെ മുഴുവൻ വിമോചിപ്പിച്ചു. അങ്ങനെ ഹേരോദാവിന്റെ മരണം ഭക്തന്മാരായ യഹൂദന്മാരെല്ലാം ആഘോഷമാക്കി മാറ്റി. യേശു ജനിച്ച ലോകത്തിൽ മറ്റൊരു രാജാവായിരുന്നല്ലോ അഗസ്റ്റസ് സീസർ. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, ഞാൻ നിർത്തട്ടെ. റോമിൽ നിന്നുള്ള ഒരു ഉത്തരവ് മെഡിറ്ററേനിയൻ ലോകം മുഴുവൻ വ്യാപിച്ചു വന്നു. ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന്. ലോകമൊക്കെയും എന്ന് പറയാൻ കാരണം ഭൂലോകം മുഴുവൻ എന്നല്ല, അന്ന് അറിയപ്പെടുന്ന ലോകം മുഴുവൻ അഗസ്റ്റസ് സീസർ കീഴ്പ്പെടുത്തിയിരുന്നു. അങ്ങനെ അഗസ്റ്റസ് സീസറിന്റെ ഉത്തരവുണ്ടായി. യേശുവിന്റെ ജനനകഥ ആരംഭിക്കുന്നത് ഈ ജനസംഖ്യാ കണക്കെടുപ്പ് വിവരിച്ചുകൊണ്ടാണ്. ഇദ്ദേഹം ജനിച്ചത് ഒക്ടേവിയൻ എന്ന പേരിലാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്
അദ്ദേഹത്തിന്റെ മുത്തശ്ശി ജൂലിയസ് സീസറിന്റെ സഹോദരിയായിരുന്നു. കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായതിനാൽ ഒക്ടേവിയൻ തന്റെ മുത്തച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജൂലിയസ് സീസർ ഒടുവിൽ ഒക്ടേവിയനെ മകനായി ദത്തെടുത്തു. BC 45 അദ്ദേഹത്തെ ഔദ്യോഗിക അവകാശിയാക്കി. ഒരു വർഷത്തിനുള്ളിൽ സീസർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒക്ടേവിയൻ മറ്റ് രണ്ടുപേരോടൊപ്പം മാർക്ക് ആന്റണിയും ലെപ്പിഡസും റോമിന്റെ ആധിപത്യം കൈയാളി. പതിറ്റാണ്ടുകളായി മുഴുവൻ മെഡിറ്ററേനിയൻ ലോകവും യുദ്ധവും അക്രമവും കൊണ്ട് നിറഞ്ഞിരുന്നു. ഇപ്പോൾ തുടർന്ന് സാഹചര്യങ്ങളെല്ലാം കലുഷമായി മാറി. റോമിലും പ്രവിശ്യകളിലും അധികാരത്തിനും പണത്തിനും വേണ്ടി വർഷങ്ങളോളം രക്തരൂക്ഷിതമായ പോരാട്ടമുണ്ടായി. ഒക്ടേവിയനും ആന്റണിയും താമസിയാതെ ലെപ്പിഡസ് എന്ന ഭരണാധികാരിയെ ചരിത്രത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരി മാർക്ക് ആന്റണിയെ വിവാഹം കഴിച്ചെങ്കിലും 13 വർഷക്കാലം ഒക്ടേവിയനും ആന്റണിയും, അതായത് BC 31 വരെ ഒരുമിച്ച് നിന്നു. അതിനുശേഷം ഒരു ശത്രുക്കളായി മാറി. ഒരു വർഷം മുഴുവൻ യുദ്ധമായിരുന്നു. ക്ലിയോപാട്രയുടെ സഹായത്തോടെ മാർക്ക് ആന്റണി 500 യുദ്ധക്കപ്പലുകൾ, 1000 കാലാൾ പടയാളികൾ, 12,000 കുതിരപ്പടയാളികൾ എന്നിവ കൊണ്ടുവന്നു. ഒക്ടേവിയൻ തിരിച്ച് 400 യുദ്ധക്കപ്പലുകളും 80,000 കാലാൾ പടയാളികളും 12,000 കുതിരപ്പടയാളികളെയും ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. ഒക്ടേവിയന് മികച്ച യുദ്ധതന്ത്രമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിജയം ഒക്ടേവിയനെ വിജയത്തിലേക്ക് നയിച്ചു. ആക്ടിയം യുദ്ധത്തിൽ വെച്ച് ആന്റണിയെയും ഈജിപ്തിലെ രാജ്ഞി ക്ലിയോപാട്രയെയും അവളുടെ സംയുക്ത സൈന്യത്തെയും അങ്ങനെ ഒക്ടേവിയൻ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒക്ടേവിയൻ റോമൻ ചക്രവർത്തിയായി മാറി. സീസർ അഗസ്റ്റസ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. BC 27 മുതൽ AD 14 വരെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതകാലം. ഹേരോദാവ് BC 4 മരിച്ചല്ലോ. യേശു ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴാണ് ജനിച്ചത്. ഉറൈനോസ് ആദ്യം ഭരിച്ചിട്ട് 2 പ്രാവശ്യം അദ്ദേഹം ഭരിച്ചിരുന്നു. ഒന്ന് BC 7 മുതൽ 3 വരെ, 2 AD 6 മുതൽ തുടർന്നുള്ള കാലം വരെ. അങ്ങനെയാണെങ്കിൽ യേശു ജനിച്ചത് ഈ 3 രാജാക്കന്മാരും ജീവിച്ചിരുന്ന കാലത്ത് എന്നതുകൊണ്ട് BC 4 ആവാനാണ് സാധ്യത. ഇങ്ങനെ ജീവിച്ചിരുന്ന യേശുവിനെ ചരിത്രത്തിൽ ഇന്ന് എങ്ങനെ എന്ന് ചിന്തിക്കുക ഒരുപാട് സമയം ആവശ്യമാണ്. 20 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ റോം തകർന്നടിഞ്ഞ കാലം, ജീവിതത്തിൽ ഒരു സമാധാന പ്രിയനെ കാത്തിരുന്ന കാലം. അഗസ്റ്റസ് സീസർ സമാധാനം കൊണ്ടുവരുമെന്ന് കാംക്ഷിച്ച് കൊതിച്ചിരുന്നു. ഒരുവിധം പാതകളൊക്കെ വെട്ടി നേരെയാക്കി. മനുഷ്യരുടെ ഗ്രീക്ക് സംസ്കാരം വളർന്നു വന്നു. എങ്കിലും സമൂഹം മുഴുവൻ സ്വത്ത് മൂല്യങ്ങൾ ഇടിഞ്ഞു. സമ്പത്തും ആഡംബരവും കൊണ്ട് അയഞ്ഞ ധാർമ്മികത ദാരിദ്ര്യം കുഴപ്പം കൊണ്ട് നിറച്ചു. കാരണം സമ്പത്തിന് പിന്നാലെ വരുന്ന ദാരിദ്ര്യത്തെക്കാൾ നിരാശാജനകമായ സാഹചര്യങ്ങൾ ശക്തമായി മാറി. സാമ്പത്തിക അടിത്തറ റോമിൽ നഷ്ടപ്പെട്ടു. പുരുഷന്മാരാൽ റോമിൽ ജോലിയില്ലാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞു. സാഹസികത ആസ്വദിച്ച് പരസ്പരം പോരാടി കൊല്ലാൻ ആളുകൾ ശ്രമിച്ചു. യുദ്ധത്തിലും നികുതിയിലും പണപ്പെരുപ്പത്തിലും തങ്ങളുടെ സാമ്പത്തികം മുഴുവൻ നഷ്ടപ്പെട്ട് പൗരന്മാർ തകർന്നു. വീണ്ടും സമ്പത്തിലേക്ക് തിരിച്ചു വരാൻ അവർ ഏത് കുൽസിത മാർഗങ്ങളും സ്വീകരിച്ചു. സ്ത്രീകൾ അനുസരണമില്ലാത്തവരായി ജീവിച്ചതായാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വിവാഹമോചനങ്ങളുണ്ടായി, ഗർഭഛിദ്രങ്ങളുണ്ടായി, വ്യഭിചാരം വർദ്ധിച്ചു വളർന്നു. ഈ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പാക്സ് റോമാന എന്ന ആശയം മുമ്പോട്ട് വെച്ചുകൊണ്ട് അഗസ്റ്റസ് സീസർ എന്ന ഒറ്റ ചക്രവർത്തി വാഴുന്നുവെങ്കിലും ദേശം മുഴുവൻ അരാജകത്വം കൊണ്ട് നിറഞ്ഞു. ഈ കാലത്താണ് മശിഹ പ്രതീക്ഷ കൂടുതൽ ശക്തമായി യഹൂദന്മാർക്കിടയിൽ മലർന്നു വന്നത്. ഇതര ജാതി മതസ്ഥർക്കിടയിലും ഒരു പുതിയ രക്ഷകൻ വന്നാലേ ഇനി ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കൂ എന്ന് ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ള കാലത്താണ് യേശു കർത്താവ് ജനിച്ചത്. അതുകൊണ്ട് മെഡിറ്ററേനിയൻ പ്രദേശം മുഴുവൻ പിടിച്ചുലച്ച നീണ്ട യുദ്ധകാലം, രാഷ്ട്രീയ ഐക്യം കൈവന്ന ഒരു പുതിയ കാലത്തെ സ്വപ്നം കണ്ടു ആളുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ജനിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം ഇന്നത്തെ കാലവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. യുദ്ധകലുഷിതമായ കാലം, അസ്വസ്ഥതയുടെ കാലം, ദാമ്പത്യ ജീവിതത്തിന്റെ ശീലീകരണം ഉള്ള കാലം,
ഗർഭഛിദ്രങ്ങൾ നിസ്സാരമായി കരുതുന്ന കാലം, മനുഷ്യ സ്നേഹം നിശ്ചലമായി പോയ കാലം, അമ്മയപ്പന്മാർ മനുഷ്യർ തമ്മിൽ കൊല്ലിക്കുന്ന കാലം, യേശു സമാധാനം എന്ന സന്ദേശവുമായി ഈ ലോകത്തിൽ വന്നു നിൽക്കുമ്പോൾ ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രം പറയാൻ ശ്രമിച്ചതുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മെ സന്തോഷിപ്പിക്കുകയില്ല. ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. പറയാൻ ഇനിയും ഒരുപാട് കാര്യമുണ്ട്. എങ്കിലും വളരെ വിവരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടും എങ്കിലും ഇവിടെ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ വളരെ പ്രാർത്ഥനയോടെ ഭക്തരായി വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം ചരിത്രത്തിൻ്റെ വീക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ ഒരു ചെറിയ ബേസിസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. ഒരു ചരിത്ര അധ്യാപകൻ എന്ന നിലയിൽ കൂടുതൽ വിവരിക്കാൻ ശ്രമിച്ചില്ല. ദൈവം, ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന ശൈലിയല്ല അവലംബിച്ചത്. അച്ഛൻ നേരത്തെ ഓർമ്മപ്പെടുത്തി ഒരു ക്ലാസ് എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം ഞാൻ നിൽക്കാനായിട്ട് ശ്രമിച്ചതാണ്. ഇനി വിശദീകരിക്കാൻ ഒരുപാട് കാര്യമുണ്ടെങ്കിലും ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നല്ല ഒരു ക്രിസ്മസ് കാലം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേംജിത് കുമാർ അച്ഛൻ തുടരണം. ഇത് ചർച്ചയ്ക്കുള്ള സമയമുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും. നമുക്ക് സാധാരണ ഒരു ക്രിസ്മസ് സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുവാൻ നമുക്ക് ചരിത്രം പഠിക്കുന്ന പലപ്പോഴും നമുക്ക് അല്പം അരോചകമായി തോന്നിയാലും നമ്മൾ കേട്ട കാര്യങ്ങൾ തീർച്ചയായും യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രം, ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുന്നത് അച്ഛൻ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും സംവദിച്ചു. തീർച്ചയായും നമ്മുടെ ഒരു ക്രൈസ്തവ വിശ്വാസം കുറച്ചും കൂടി രൂഢമൂലമാകുന്നതിന് ഈ പഠനം സഹായകരമായി തീരുമെന്നൊരു സംശയമില്ല. നമുക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരിക്കാൻ ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ നിങ്ങളുടെ ഇതിലെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് രേഖപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്രമം അനുസരിച്ച് വിളിക്കുന്നതാണ്. പക്ഷേ ഓരോ ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടനെ ഉത്തരം പറയുന്ന രീതിയാണുള്ളത്. ആദ്യം ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നതിന് മുൻപായിട്ട് അനൗൺസ്മെന്റ്സ് ഉള്ളത് ഇതിന്റെ അഡ്മിൻ കൂടിയായ ശ്രീ VI ജേക്കബ് സാറ് അറിയിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് ചർച്ചയ്ക്കുള്ള അവസരമാണ്. താങ്ക് യു അച്ഛൻ. ക്രിസ്മസിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മളിപ്പോൾ കേട്ടു. ആ കാലഘട്ടത്തിന്റെ ചരിത്രം മനോഹരമായിട്ട് അച്ഛൻ ഇവിടെ വിവരിച്ചു. താങ്ക് യു അച്ഛൻ. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. അടുത്ത വെബിനാർ ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ലൈവ് സൂം വെബിനാർ, അതായത് 284ാമത് വെബിനാർ, ലൈവ് വെബിനാറാണ്. അടുത്ത ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിലെ വിശദ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലും ഈ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. ആദ്യം പ്രവേശിക്കുന്ന 100 പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടെ അറിയിക്കട്ടെ. അടുത്ത വെബിനാറിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ചർച്ചയ്ക്കുള്ള അവസരമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ദയവായിട്ട് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാം, സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഓക്കെ, VI ജേക്കബ് സാർ ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതാണ്. ചർച്ചയിൽ പങ്കുചേരുന്നു. അച്ഛൻ്റെ ഈ ക്രിസ്മസ് കാലഘട്ടം, ആ യേശുക്രിസ്തുവിന്റെ ജനന കാലഘട്ടത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ മനോഹരമായിട്ട് ഇവിടെ ഞാൻ കേട്ടു. അത് യേശുക്രിസ്തുവിന്റെ ജീവിതകാലം, ആ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ഒരു സംഭവമാണ് എന്ന് തെളിയിക്കുന്നത് കൂടെയാണത്. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, എൻ്റെ മദറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ, അതായത് ഈ നമ്മുടെ കേരളത്തിലെ ഈ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ഏതോ മാർച്ച് മാസത്തിലോ മറ്റോ ആയിരുന്നു. ഇങ്ങനെ എൻ്റെ പഴയ കാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മലയാളത്തിൽ. അതേപ്പറ്റി അച്ഛന് എന്തെങ്കിലും അറിയാമോ? ഇത് ഈ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് പാശ്ചാത്യരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഈ ഡിസംബർ 25 ആഘോഷിക്കുന്നതെന്ന്
ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് ഇങ്ങനെ അതിങ്ങനെ പഴമക്കാർ പറഞ്ഞ ഉള്ള അറിവാണ്. അതാണ് ഞാൻ ഇവിടെ ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അത് ശരി. അങ്കിൾ ഡാനിഷ് മിഷൻ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഡെൻമാർക്കിലെ മിഷണറിമാര് ഇവിടെ എത്തിച്ചേരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പാരമ്പര്യം ഉണ്ടായതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അത് കുറച്ചു കാലമേ നിലനിന്നിരുന്നുള്ളൂ. ചില ഗ്രൂപ്പുകൾ അത് ആവർത്തിച്ചിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്തരത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. അത്തരത്തിൽ അങ്കിൾ പറഞ്ഞതുപോലെ ആഘോഷിച്ചിരുന്നു എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. കാൽഡിൻ ചർച്ചിന്റെയൊക്കെ ട്രഡീഷനില് ഇത് കഴിഞ്ഞ് ജനുവരിയോട് ചേർന്ന അത് വരും. ഈസ്റ്ററും അങ്ങനെയുള്ളതെല്ലാം അവർക്ക് നമ്മളിതിനേക്കാളും ഒരു 10 ദിവസത്തെ വ്യത്യാസത്തില് 10-12 ദിവസം വ്യത്യാസത്തിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, 6-ാം തീയതി. 6-ാം തീയതി. അത് പിന്നീട് വളരെ അങ്ങ് ചുരുങ്ങി ഡിസംബർ 1 പോപ്പുലറായി മാറി. ഡിസംബർ 25. മറ്റാർക്കെങ്കിലും ചോദിക്കാൻ സംശയങ്ങളോ നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക്. തോമസ് കെ പോൾ ആണ് ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യണം. അല്ല, പ്രത്യേകിച്ച് ഈ ചരിത്ര പഠനം എന്നുള്ള സാധനം നമ്മള് ഒറ്റയടിക്ക് കണക്ക് പഠിക്കുമ്പോൾ പഠിക്കാൻ പറ്റിയൊരു സംഭവം അല്ലല്ലോ. ഒരു നല്ല ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെ അച്ഛൻ അവസാനം പറഞ്ഞ് നിർത്തിയൊരു സാധനമാണ് എന്നെ ടച്ച് ചെയ്തത്. അതായത് ക്രിസ്തുവിന്റെ അവതാരത്തിലുള്ള സാഹചര്യം അന്നും ഇന്നും ഒരുപോലെയാണ്. അത് എന്നെ ശരിക്കും ടച്ച് ചെയ്തൊരു കാര്യം. ഇന്നത്തെ സാഹചര്യത്തെ അതിജീവിക്കാൻ അന്നും ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ അച്ഛൻ കാണിച്ച ആ ഒരു ചരിത്ര പഠനം വളരെ ഉപകാരമായി. നമ്മളുടെ വിശ്വാസം കുറച്ചുകൂടെ ഉറപ്പിക്കാൻ സാധിച്ചു എന്നതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായതും പറയാനുള്ളത്. താങ്ക് യു അച്ഛൻ. ശാന്ത ജോർജ് കൊച്ചമ്മ ഇപ്പോൾ സംസാരിക്കുന്നു. അച്ഛന്റെ ഹിസ്റ്റോറിക്കൽ പ്രസന്റേഷനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല. കാരണം അത്ര ഡീപ്പായിട്ട് അച്ഛൻ അതിനെ വിശകലനം ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാല് എനിക്കൊരു ചോദ്യം, അതിന്റെ ട്യൂവേഴ്സ് എന്റെ അച്ഛൻ പറഞ്ഞു സ്ത്രീകൾ അനുസരണമില്ലാത്തവരായിട്ട് തീർന്നെന്ന്. അപ്പൊ ആരെ അനുസരിക്കണമെന്നുള്ളതാ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഫൈലോ പറയുകയാണ്, സ്ത്രീകളുടെ ഒരു വിനയമില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് അയാൾ ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അല്ല, അത് പിന്നെ ഈ വിനയമൊക്കെ എല്ലാവർക്കും വേണ്ടിയല്ലേ വെച്ചാ, പുരുഷന്മാർക്കും പലപ്പോഴും അതിന് ഇന്നത്തെ കാഴ്ചപ്പാട് അനുസരിച്ച് അതെല്ലാം വേണം. പക്ഷെ അന്ന് സ്ത്രീകൾ എങ്ങനെ താഴ്ന്ന് ജീവിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു സാമൂഹിക ക്രമം നിലനിന്നിരുന്നത് കൊണ്ട് അവരത് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞതാവാനേ സാധ്യതയുള്ളൂ. ഇന്നായിരുന്നു പറയാൻ സാധ്യതയില്ലായിരുന്നു. അച്ഛൻ്റെതായിട്ടല്ല അച്ഛൻ പറഞ്ഞത്. അല്ല, ഞാൻ ചരിത്രം പറഞ്ഞാണല്ലോ, എന്റെ കാര്യം പറഞ്ഞതല്ല. ചരിത്ര പശ്ചാത്തലമാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടൊക്കെ വ്യത്യസ്തമാണ്. അച്ഛൻ അതങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞപ്പോൾ ഞാന് പക്ഷേ അതിനകത്ത് ഒന്ന് പൊളിറ്റിക്കൽ നടപടിയോട്ടെ. ഇപ്പോ സ്ത്രീകളെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ പെട്ടുപോണ ഒരവസ്ഥ. അത് ഒരു ശരിയായി. ഇപ്പൊ നമ്മുടെ സ്ത്രീപക്ഷവാദിയാണെങ്കിലും ഈ സ്ത്രീപക്ഷവാദം അതിര് കടക്കുന്നുവോ എന്ന് ഈ കാലഘട്ടത്തിൽ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലത്തെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായി കാണാമെന്ന് ഞാൻ മനസ്സിലാക്കി. അച്ഛന്റെ വാചകത്തിൽ നിന്ന് അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ ചിന്തിക്കുന്ന പുരുഷന്മാരും. എന്റെ റിസർച്ച് വിഷയം ലണ്ടൻ മിഷണറി സൊസൈറ്റി ആൻഡ് എംപവർമെന്റ് ഓഫ് വിമൻ ഇൻ സൗത്ത് ട്രാവൻകൂർ ആയിരുന്നു. ലണ്ടൻ മിഷണറിമാര് ആദ്യം ഫോക്കസ് ചെയ്തത് സ്ത്രീകളിലേക്കാണ്. സ്ത്രീകൾ നന്നായാലേ, എംപവർ ചെയ്താലേ സമൂഹം നന്നാവൂ എന്ന് ചിന്തിച്ചിട്ടാണ്. കോൺട്രവേഴ്സി ഉണ്ടാ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ദിലീപിന്റെ വിഷയത്തിലൊക്കെ ഉള്ള ഒരു കോൺട്രവേഴ്സി വരുന്നത്. അത് വലിയ പ്രശ്നമാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ഇപ്പൊ വരുമ്പോ പുരുഷനാണോ സ്ത്രീയാണോ ആരാണ് തെറ്റുകാരെന്ന് പറഞ്ഞാൽ നമ്മളകത്താവും. അതൊരു അതുകൊണ്ട് അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റൂല. അച്ഛൻ അഡ്രസ് ചെയ്ത് വളരെ കറക്റ്റാണ്.
അതെ അല്ല, ഈ നല്ല ഗുണങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാന്നുള്ളത് ജനറലൈസ് ചെയ്യുന്ന നല്ലത്. അല്ലാതെ അതെ അച്ഛൻ ഏഹ്, ജനറലൈസ് അതെ ചെയ്തില്ല കൊച്ചമ്മ, അച്ഛൻ ജനറലൈസ് ചെയ്തിട്ടില്ല. അച്ഛൻ വളരെ സത്യസന്ധമായിട്ട് കാര്യം അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ചരിത്ര രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ ചരിത്രം പറഞ്ഞതേ ഉള്ളൂ. Yes, sir. എന്റെ കാഴ്ചപ്പാട് പറഞ്ഞതല്ല. ഓക്കെ കൊച്ചമ്മേ, ശാന്ത ഓക്കെ കൊച്ചമ്മേ, അച്ഛൻ പറഞ്ഞ അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു. അച്ഛന് ഒരു സമത്വവാദിയാണ്, ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി വാദിക്കുന്ന ആളാണെന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛന് ചരിത്രത്തിലെ ഒരു കാര്യം അച്ഛൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓക്കെ ഫിലിപ്പ് ഓക്കെ കല്ലട സാറ്, ഓക്കെ, ഫിലിപ്പ് ഞാനും അത് കല്ലട തന്നെയാണ് സാറ്, കേട്ടോ. എനിക്ക് വ്യത്യാസം ഓക്കെ അഭിപ്രായമൊന്നുമില്ല ഓക്കെ, കേട്ടോ. ഞാനും അത് തീർച്ചയായും തന്നെയാണ്. തീർച്ചയായും തോമസ് പോളിനെ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തു പറയാഞ്ഞത്. ഓക്കെ, ഓക്കെ ഫിലിപ്പ് ഓക്കെ കല്ലട സാർ ഇപ്പോൾ സംസാരിക്കുന്നതാണ്. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ചരിത്രം പറഞ്ഞു. എനിക്കൊരു സംശയമുള്ളത്, ഈ ഹെരോദാവിനെ ഭയപ്പെട്ട് ജോസഫും മറിയയും കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ ഈജിപ്റ്റ് അത്ര തൊട്ടടുത്തായിരുന്നു അന്നത്തെ അതിർത്തി? അതെനിക്കൊരു സംശയമാണ്. കാരണം അവര് അവിടേക്ക് ഓടിപ്പോയെന്നാണ് പറയുന്നത്. അതെ, വിശദമായ ഒരു അർത്ഥം പറയാൻ വെച്ചത്. ഒരു ഇടുങ്ങിയ കവാടമാണ് ഈജിപ്തിലേക്ക് പോകാനായിട്ടുള്ളത്. ഇന്നും പോകുമ്പോൾ കടലിന്റെ തീരത്തു കൂടെ ഒരു ചെറിയ സ്ട്രിപ്പാണ് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ടുള്ളത്. പക്ഷെ അത് കഴിയുമ്പോൾ ഇന്ന് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ ഏതാണ്ട് മണിക്കൂറുകളോളം സഞ്ചരിക്കേണ്ടി വരും, ബസ്സിലായാൽ പോലും. പക്ഷെ അതിർത്തി സമീപത്തായിരുന്നു. അതുകൊണ്ട് ഈജിപ്തിലേക്ക് ഈ പാലസ്തീന്റെ അടുത്ത അതിരാണ്. ഒരു കുന്നിൻ പ്രദേശം കഴിയുമ്പോഴുടനെ ഈജിപ്തിലേക്ക് എത്തിച്ചേരാം. എങ്ങനെ പോയി എന്ന് നമുക്കൊന്നും പിടിയില്ല. അല്ല, കരുത്ത് നടന്നാലേ അത് പോകാൻ ഒക്കത്തുള്ളൂ. കച്ചവട സംഘങ്ങൾ ഉണ്ടായിരുന്നോ, കപ്പലിലെ ബോട്ടിൽ യാത്ര ചെയ്തിരുന്നോ, ഇതൊന്നും നമുക്ക് അറിയാൻ നിവൃത്തിയില്ല. കാരണം ആ കാലഘട്ടത്തിലെ പിടിച്ചുപറിയും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നിലനിന്നിരുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഏതെങ്കിലും വണിക സംഘങ്ങളോടൊപ്പം സഞ്ചരിക്കാനേ സാധ്യതയുള്ളൂ. അന്നങ്ങനെ യാത്ര ചെയ്യുന്ന അനേക സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതെ അതെ, കച്ചവട സംഘങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഏതാണ്ട് 100 വർഷത്തിന് മുമ്പ് വരെ കാളവണ്ടി ഗ്രൂപ്പായിട്ടാണ് പോയിരുന്നത്, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിന് സമാനമായ ഒരു കാലഘട്ടമാണ് ഇന്നെന്ന് അച്ഛൻ പറഞ്ഞു. അതെ, അതിന്റെ രണ്ടാമത്തെ വരവിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്നാനത്തിൽ പ്രഖ്യാപിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും എല്ലാം യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് ആ മഹത്വ പ്രത്യക്ഷതയുടെ കാലഘട്ടമാണ് ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നത്. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പ് പറയുന്നവരും ആവിഷ്ഠണക്കാരും കൊലപാതകികളും ഒക്കെ ആയിട്ട് പ്രിയമില്ലാതെ ഭോഗപ്രിയരായി അതിന്റെ ഭക്തിയെ ത്യജിക്കുന്ന ആളുകളായി ജീവിക്കുമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അതിനോട് ചേർത്ത് പറയാം. എങ്കിലും എല്ലാ കാലഘട്ടത്തിലെ ദുസ്ഥിതിയും കണ്ടപ്പോൾ എല്ലാ പ്രസംഗിമാരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അന്ത്യകാലം എന്ന് നമുക്ക് വിളിച്ചു പറയാം. കാരണം ആളുകൾ പേടിച്ചെങ്കിലും നന്നാവുമെന്നുള്ള ചിന്തയില്ല. താങ്ക് യു അച്ഛൻ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിനുള്ള സമയം എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടത് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് ഉണ്ടോ? അച്ഛാ, ഞാനൊന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, പറഞ്ഞു. എന്നെ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഒരു വൈഡർ ഓഡിയൻസിനെ അഭിമുഖീകരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചത് എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ, ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ ആയിരുന്നു 4 വർഷം. അതിനുശേഷവും എന്നെ മറക്കാത്ത കുറച്ച് സഹപാഠികളുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സുനിലച്ഛൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം പഠിച്ചിരുന്ന കാലത്ത് തന്നെ വ്യത്യസ്തമായിരുന്നു. ഷാർപ്പാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, വളരെ വ്യത്യസ്തമായിരുന്നു. ചിന്താധാരയിൽ വളരെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരുന്നു. നമ്മുടെ ഡിബേറ്റുകളെല്ലാം അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായിരുന്നു.
പലപ്പോഴും അത് അച്ഛനെ സൗഹൃദമുള്ള ആളുകളെല്ലാം തിരിച്ചറിയുന്ന കാര്യമാണ്. അച്ഛനോട് എനിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ ഈ നോമ്പ് കാലത്തെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്നു. അത് ഞാൻ സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു. അത് പുസ്തകത്തിലാക്കാനായിട്ട് അച്ഛനോട് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. അത് എന്ത് പരിപാടിയെന്ന് എനിക്കറിയില്ല. അത് വളരെ ഡീപ്പായിരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും അച്ഛനുമായിട്ടുള്ള ഈ സൗഹൃദമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ എന്നെ ഒത്തിരി സ്ഥലങ്ങളിലോട്ട് പരിചയപ്പെടുത്തുകയും സുവിശേഷം കർത്താവിന്റെ നാമത്തിൽ അറിയിക്കാൻ എന്നെ പ്രാപ്തനാക്കുകയും ചെയ്തു. ഈ ഓഡിയൻസ് ആയിട്ട് വന്ന വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന പല സാഹചര്യങ്ങൾ ഭിന്ന അഭിപ്രായമുള്ള ലിംഗഭേദത്തിൽ വ്യത്യാസമുള്ള എല്ലാ ആളുകളുമായി ഒന്നിച്ച് നിങ്ങളോട് പറയാനുള്ള കൃപ എനിക്ക് ദൈവം നൽകി. ഞാൻ മൊത്തത്തിൽ ഇന്ന് വളരെ വറീഡായിരുന്നു പല കാര്യങ്ങൾ കൊണ്ട്. എങ്കിലും ദൈവം എന്നെ ശക്തിപ്പെടുത്തി. എത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ വിഷയം വിശകലനം ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത്രയും ദൈവം എന്നെ പ്രാപ്തിപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ എല്ലാ ആളുകൾക്കും, പ്രിയപ്പെട്ട ദൈവമക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതിയ ക്രിസ്മസിന്റെ അനുഗ്രഹങ്ങൾ ദൈവം നൽകട്ടെ. ദീർഘായുസുള്ള, സൗഖ്യമുള്ള, ആരോഗ്യമുള്ള ഒരു പുതിയ വർഷം കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ പലരുമുണ്ടല്ലോ. എല്ലാ അച്ഛന്മാർക്കും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് എല്ലാ മാതാപിതാക്കളോടും അറിയിച്ചുകൊണ്ട് എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശലോമോനച്ചൻ നന്ദി പ്രകാശിപ്പിക്കും. അതേ തുടർന്ന് രാജവഞ്ചേരിച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ വെബിനാറില് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രേംജിത്ത് കുമാർ അച്ഛനോട്, അച്ഛന് വളരെ ആധികാരികമായിട്ട് അതിൻ്റെ ഒരു കർത്താവിന്റെ കാലത്തെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഹിസ്റ്ററി ഒരു മാത്തമാറ്റിക്സ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇത് നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു കാര്യമാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അച്ഛനെ ഓരോ സംഭവം പറഞ്ഞിട്ട് അതിനോട് അനുബന്ധമായി നിൽക്കുന്ന വേദഭാഗങ്ങളെ കൂടെ കോട്ട് ചെയ്താണ് അച്ഛൻ വളരെ കൃത്യമായിട്ട് സംസാരിച്ചത്. അച്ഛനെ ഈ യെരുശലേം, പാലസ്തീൻ, ഈജിപ്തിലൊക്കെ സന്ദർശിച്ച അവിടുത്തെ ഒരു യാത്രാ വിവരണം അച്ഛൻ്റെ പുസ്തകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അതിനെ കണക്ട് ചെയ്താണ് നമ്മളോട് പറഞ്ഞത്. അച്ഛന് വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ എല്ലാ പള്ളികളിലും ഈ കാരൽ റൗണ്ട്സും കാരൽ സർവീസും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇന്ന് ആളുകളുടെ എണ്ണം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് അച്ഛനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അച്ഛനും ഇതുപോലെ കാരൽ റൗണ്ട്സിനൊക്കെ പോകുകയായിരുന്നു. എന്നാൽ നമ്മളുടെ ഓഡിയൻസ് വളരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും നല്ല താല്പര്യമുള്ള ഓഡിയൻസ് ആണ്. അതുകൊണ്ട് നമ്പർ അല്പം ഇന്ന് ഈ ദിവസം കുറഞ്ഞെങ്കിലും വന്ന് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ പ്രേംജിത്ത് കുമാർ അച്ഛനോടുള്ള നന്ദി ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമ്മൾക്ക് ഇവിടെ വെൽക്കം ചെയ്തപ്പോൾ സംസാരിച്ചതുപോലെ പ്രിയപ്പെട്ട സുനിലച്ചനാണ് ഇന്ന് ഈ മീറ്റിങ്ങിന് മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ ചീഫ് ഗസ്റ്റ് പ്രിയപ്പെട്ട പ്രേംജിത്ത് കുമാർ അച്ഛനുമായിട്ടുള്ള സുനിലച്ചന്റെ നല്ല പരിചയവും അവര് ഒരേ കാലഘട്ടത്തിൽ സെമിനാരി BD പഠനത്തിലും തുടർന്ന് അച്ഛനുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള പരസ്പരം ബന്ധം, അതാണ് ഇന്ന് അച്ഛനെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അച്ഛൻ അത് വളരെ സന്തോഷത്തോടെ കൃത്യം ഏറ്റെടുത്തു. പ്രിയപ്പെട്ട സുനിലച്ചനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ ഫോറത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിന്മാരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ബെൻസി അകമുറ്റം, ബെന്നി പരിമണം, ഈ പ്രിയപ്പെട്ടവരൊക്കെ ഇന്നതിൽ പങ്കെടുക്കുന്നുണ്ട്. ആവശ്യമായ നേതൃത്വം നടന്നു. VI ജേക്കബ് സാറ് ഉണ്ട്. ജോർജ് യോഹനാൻ സാറ് ഇന്ന് നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ഒരു നല്ല ഗാനം ആലപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ജോർജ് യോഹനാൻ സാറിനോടുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു.
ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വിൽസൺ കരിമന്നൂർ സാറാണ് സാധാരണയായിട്ട് ഇങ്ങനെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ കാരൽ റൗണ്ട്സിന് അവരുടെ പ്രയർ ഗ്രൂപ്പിന്റെ കാരൽ റൗണ്ട്സ് ആയതുകൊണ്ട് അതിന് പോകണം എന്നുള്ള പ്രത്യേകത കൊണ്ടാണ് ഇന്ന് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാനോ സുനിലച്ചനോ ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഈ അഡ്മിൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിനകത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ട്. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. അച്ഛന് നമ്മുടെ ഫോറത്തിൽ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കുകയും സജീവമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന അച്ഛനാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി, സന്തോഷം അറിയിക്കുന്നു. പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി കാലസമ്പൂർണതയിൽ ലോകത്തിൽ അവതാരം ചെയ്തതിനെ കുറിച്ച് പ്രേംജിത്ത് അച്ഛനിലൂടെ ഞങ്ങൾ കേട്ട ചരിത്രപരമായിട്ടുള്ള അറിവുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും ചരിത്രത്തിൽ തുടരുന്നു. ഞങ്ങൾ വിശ്വാസത്തെ കണ്ണുകളിലൂടെ അത് ഉൾക്കൊള്ളുകയും അതിലൂടെ ഞങ്ങളുടെ ജീവിത വിശ്വാസത്തിൻ്റെ പടികളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ ചരിത്രപരമായ അറിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് മുഖാന്തരമാകുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനെ ബലപ്പെടുത്തിയതിനും ശക്തീകരിച്ചതിനും നന്ദി. ഞങ്ങളുടെ വെബിനാറുകളിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോ കുടിവരവും ഞങ്ങൾക്ക് മറ്റുള്ളവർക്കും പ്രയോജനത്തിന് മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇത് പിന്നീട് യൂട്യൂബിലൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന അനേകം ആളുകൾ വീണ്ടും അത് വായിക്കുകയും അറിയുകയും ചെയ്യുന്നല്ലോ. അവരെല്ലാം ഞങ്ങൾ തിരിക്കരങ്ങൾ തരുന്നു. നിൻ്റെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ക്രിസ്മസിൻ്റെ ഈ ദിനങ്ങളിൽ അവിടുത്തെ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ തക്കണം ഞങ്ങളെല്ലാം ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും നാം കേട്ട ഈ ചിന്തകളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.